കുറിവാക്യമായി പ്രാരംഭമായി വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വേദഭാഗം, പൗലോസ് എഴുതിയ 14 ലേഖനങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ലേഖനങ്ങളിൽ ഒരു ലേഖനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. ഫിലിപ്പ് ലേഖനത്തിനുള്ളൊരു പ്രത്യേകത, അത് കാരാഗ്രഹ ലേഖനങ്ങളുടെ ശ്രേണിയിൽപ്പെടുന്ന ലേഖനമാണ്. പ്രിസൺ എപ്പിസ്റ്റൽസ്. പൗലോസ് ജയിലിൽ കിടന്നെഴുതിയ ലേഖനങ്ങളിൽ വെച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു ലേഖനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. തൻ്റെ ശരീരം ഏറ്റവും അധികം പീഡനം കൊണ്ട് തകർന്നുപോയ ഒരന്തരീക്ഷം, -4 ഡിഗ്രി ടെമ്പറേച്ചറിൽ ജയിലിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ശരീരം വരണ്ടുപോയ ഒരു സമയം, തൻ്റെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമേറിയ തണുപ്പേറ്റ് തൻ്റെ ശരീരം ബലഹീനമായി പോയ ഒരന്തരീക്ഷത്തിൽ താൻ സ്ഥാപിച്ച ഫിലിപ്പിയ ദൈവസഭ ആത്മീക വിഷയത്തിൽ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് എപ്പഫ്രാഡിറ്റസ് മുഖാന്തരം കാരാഗ്രഹത്തിൽ, റോമിൽ കാരാഗ്രഹത്തിൽ അറിഞ്ഞ പൗലോസ്ലീഹ ആ റോമിലെ കാരാഗ്രഹത്തിൽ നിന്ന് സഭയെ നഷ്ടപ്പെട്ടു പോയ ആത്മീക തീഷ്ണതയിലേക്കും ദൈവഭാഗത്തിലേക്കും മടക്കിക്കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം എഴുതിയ സുപ്രധാന ലേഖനങ്ങളിൽ ഒരു ലേഖനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. ആ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം, അതിൻ്റെ 5 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ പ്രാരംഭമായി ഒന്ന് ശ്രദ്ധിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വേദഭാഗം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. എല്ലാ നാവും ചേർന്ന് പറയും, യേശു ക്രിസ്തു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചേർന്ന് നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം യേശു എൻ്റെ കർത്താവ് എന്ന് ഏറ്റുപറയുന്നതാ. ഈ കൺവെൻഷൻ മുഖാന്തരം ചില ജീവിതങ്ങൾ ഒന്നുകൂടി വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും ചിലർ യേശു ക്രിസ്തുവിലേക്ക് ഒന്ന് ആകർഷിക്കപ്പെടുവാനും ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിദേശ രാജ്യത്ത് ഒരു അടിമ മാർക്കറ്റ്, അടിമ ചന്ത എന്നൊക്കെ നമ്മൾ പറയും, നടക്കുന്ന ഒരു സ്ഥലം. മനുഷ്യരെ അടിമകളായി കൊണ്ടുവന്നിട്ട് അവരെ വിൽക്കുന്ന മാർക്കറ്റാണ് ഈ മാർക്കറ്റ്. അതിന്നും ചിലയിടങ്ങളിലൊക്കെ ഉണ്ട്, വളരെ ചുരുക്കം ചിലയിടങ്ങളിൽ. എന്നാൽ പഴയ കാലഘട്ടത്തിൽ, ബൈബിൾ എഴുതുന്ന കാലഘട്ടത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട മാർക്കറ്റുകളായിരുന്നു ഇങ്ങനെയുള്ള മാർക്കറ്റുകൾ. അവിടെ ഇവിടുന്നുള്ള മനുഷ്യരെ പല സ്ഥലങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ലേലം വിളിക്കും. ഇഷ്ടമുള്ളവരെ അവർക്ക് വിളിച്ചു കൊണ്ടുപോകാം. വരുന്നവർക്ക് ഇതായിരുന്നു സിസ്റ്റം. അടിമകളുടെ മാർക്കറ്റിൽ, ലേലം നടക്കുന്ന ഒരു മാർക്കറ്റിൽ ഒരു ജെന്റിൽമാൻ ഒരു ദിവസം ചെല്ലുകയാണ്. അദ്ദേഹത്തിന് ഒരു അടിമയെ വേണം. അടിമയെ മേടിക്കുവാൻ വേണ്ടി, ലേലം വിളിക്കുവാൻ വേണ്ടി ആണ് ഈ മനുഷ്യൻ ആ മാർക്കറ്റിൽ കടന്നു ചെന്നത്. അദ്ദേഹം ആ മാർക്കറ്റിലേക്ക് കടന്ന് നടക്കുമ്പോൾ ഒരു ഭാഗത്തു നിന്ന് ഒരു വല്ലാത്ത കരച്ചിൽ അദ്ദേഹം കേട്ടു. ഒരു വല്ലാത്ത കരച്ചിൽ. ആ കരച്ചിൽ ഒരു പെൺകുട്ടിയുടെ കരച്ചിലായിരുന്നു. ആ കരച്ചിൽ അദ്ദേഹം ശ്രദ്ധിച്ചു. കാരണം ഒരു പെൺകുട്ടി നിലവിട്ട് വാവിട്ട് ഒരു സ്ഥലത്തു നിന്ന് കരയുമ്പോൾ ആരുടെയും ശ്രദ്ധ ആകർഷിക്കപ്പെടുമല്ലോ. ഇദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന് ആ കരച്ചിലിൽ ഒരു വല്ലായ്മ തോന്നി. വല്ലാതെ കരയുക. ഒത്തിരി പുരുഷന്മാരും സ്ത്രീകളും ഈ മാർക്കറ്റിൽ ഉണ്ടെങ്കിലും ഒരു പെൺകുട്ടി മാത്രം വല്ലാതെ അലറി കരയുന്നു. അദ്ദേഹത്തിന് ആ ശബ്ദം കേട്ടപ്പോൾ അല്പം അലസ്വരമുണ്ടായി. അദ്ദേഹം നേരെ ഈ മാർക്കറ്റിന്റെ ഓഫീസിലേക്ക് ചെന്നു. അവരാണിത് നിയന്ത്രിക്കുന്നത്. ആ ഓഫീസിൽ ചെന്നിട്ട് അദ്ദേഹം അവരോട് ചോദിച്ചു, ഒരു പെൺകുട്ടി മാത്രം അവിടെ നിന്ന് കരയുന്നു, ഒത്തിരി സ്ത്രീകളും പുരുഷന്മാരും ഈ മാർക്കറ്റിലുണ്ട്, അവരാരും കരയുന്നില്ല, ഒരുവൾ മാത്രം വാവിട്ട് അലറി നിലവിളിച്ച് കരയുന്നു, എന്താണ് അതിന് കാരണം? ഈ അടിമ മാർക്കറ്റിന്റെ ഉത്തരവാദിത്തപ്പെട്ടയാൾ ഈ ജെന്റിൽമാനെ അറിയിച്ചു.
അവൾ ആദ്യമായി അടിമ മാർക്കറ്റിൽ വന്നതാണ്, ആദ്യമായി ഇവിടെ വന്നതാണ്. അടിമകളെ കുറിച്ചുള്ള കേട്ടറിവ് മാത്രമേ അവൾക്കുള്ളൂ. അവളുടെ കേട്ടറിവ് അവളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്ന അറിവല്ല. കാരണം അടിമയുടെ ജീവിതം ഒട്ടും യോഗ്യമായ ജീവിതമല്ല. പീഡനമേൽക്കേണ്ടി വരും, ദാസിയായോ ദാസനായോ ജീവിക്കേണ്ടി വരും, അവരുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെക്കേണ്ടി വരും, യജമാനന്റെ ഇഷ്ടത്തിനായി സമർപ്പിക്കേണ്ടി വരും. ആഹാരം കിട്ടിയാൽ കഴിക്കാം, കിട്ടിയില്ലെങ്കിൽ കഴിക്കത്തില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ യജമാനത്തെയോ യജമാനനോ മർദ്ദിക്കും, ആ മർദ്ദനം സഹിക്കേണ്ടി വരും. ഈ കേട്ടറിവുകൾ വെച്ച് ആദ്യമായി അടിമ മാർക്കറ്റിൽ എത്തിയ അവൾ നിയന്ത്രണം വിട്ട് കരയുകയാണ്. ഞങ്ങളും അവളോട് കരയരുത് എന്ന് പറഞ്ഞിട്ടും അവൾ കരച്ചിൽ നിർത്തുന്നില്ല. അദ്ദേഹം അവിടെ അവരുമായി സംസാരിച്ചതിന് ശേഷം ചോദിച്ചു, ആ പെൺകുട്ടിക്ക് എത്ര രൂപയാണ് നിങ്ങൾ മാർക്കറ്റിൽ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവർക്ക് മനസ്സിലായി നല്ലൊരു ഡീൽ വന്നിരിക്കുകയാണ്. ലേലം പോലും വിളിക്കാതെ ഒരുവൻ അവളെ കൊണ്ടുപോകുവാൻ തയ്യാറായിരിക്കുകയാണ്. അവിടെ മാർക്കറ്റിൽ ആ അടിമയ്ക്ക് കിട്ടാവുന്നതിലും അല്പം കൂടി കൂടിയ ഒരു തുക ആ മാർക്കറ്റിന്റെ നടത്തിപ്പുകാർ ഈ മനുഷ്യനോട് പറഞ്ഞു. അവർ പറഞ്ഞ തുകയ്ക്ക് ഒരു ബാർഗെയിനിങ്ങിന് മുതിരാതെ അവർ ചോദിച്ചത് മുഴുവൻ എടുത്ത് അവർക്ക് കൊടുത്തിട്ട് അവളുടെ അധികാരപത്രം എന്ന് പറഞ്ഞാൽ ഇനി മേലാൽ ഈ അടിമ ഈ മനുഷ്യന് സ്വന്തമാണ് എന്നുള്ള അധികാരപത്രം അവരുടെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കി. അതാണ് സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് ആരുടെ കൈവശമാണോ എന്നെന്നും ആ വ്യക്തിക്ക് അവൾ അടിമയായിരിക്കണം. അതാണ് നിയമം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ അവളുടെ ഉടമയായി മാറി. കാരണം ആ മനുഷ്യന്റെ കയ്യിലാണ് സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത്. തന്റെ കയ്യിൽ ലഭിച്ച സർട്ടിഫിക്കറ്റുമായി ഇവളെ ബന്ധിച്ചിരുന്ന ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുക. ഓടിപ്പോകത്തൊന്നുമില്ല. പക്ഷെ അടിമ എന്നുള്ള ഒരു ചിന്തയ്ക്ക് പ്രതീകാത്മകമായി ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുക. ഇവളെ ബന്ധിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ മനുഷ്യൻ ചെന്നു. ഇവൾ അടുത്തു വരുന്ന മനുഷ്യനെ നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി തന്നെ ലേലം വിളിച്ച മനുഷ്യനാണ് ഈ വരുന്നത്. അവിടെ ഉള്ളിൽ കോപം ഇരട്ടിച്ചു, പകയിരട്ടിച്ചു. ഇനി മേലാൽ ഞാൻ ഈ മനുഷ്യനാണല്ലോ അടിമയായി ജീവിക്കേണ്ടത് എന്നുള്ള ചിന്ത ഇവൾക്ക് ഒത്തിരി പ്രയാസമുളവാക്കി. ഇവൾ ഒന്നുകൂടി ഉച്ചത്തിൽ അലറിക്കരഞ്ഞു. ഇവൾ പ്രാകുവാനും ശബ്ദമുയർത്തുവാനും ഒക്കെ തുടങ്ങി. വല്ലാത്തൊരവസ്ഥയിൽ ഇവൾ എത്തപ്പെട്ടു. അവസാനം ഈ മനുഷ്യൻ ഇവളുടെ അടുക്കൽ വന്ന് ഇദ്ദേഹം ഇവളോട് ഒന്ന് സംസാരിക്കുവാൻ വേണ്ടി ആഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ചെയ്ത പ്രവൃത്തി, ഇവൾ ഉള്ളിലേക്ക് ശ്വാസം ആഞ്ഞു വലിച്ചിട്ട് ഈ ജെന്റിൽമാന്റെ മുഖത്തേക്ക് ഇവൾ കാർക്കിച്ചു തുപ്പി. അടിമ മാർക്കറ്റ് മുഴുവൻ സ്തബ്ധമായി. ഇങ്ങനെ ഒരു സംഭവം ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്നെന്നും അടിമയായി അവളെ സ്വന്തമാക്കിയ യജമാനന്റെ മുഖത്തേക്ക് അവൾ കാർക്കിച്ചു തുപ്പി. ആ ക്ഷണത്തിൽ അവളെ കൊന്നാലും ചോദ്യം ചെയ്യാൻ ആരും വരത്തില്ല. കാരണം അടിമയ്ക്ക് അത്രയും മാന്യതയും വിലയും മാത്രമേ മാർക്കറ്റിൽ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അടുത്ത നിമിഷത്തിൽ ഈ മനുഷ്യന്റെ പ്രതികരണം എന്ത് എന്ന ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിച്ച് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ ജാക്കറ്റിന്റെ പോക്കറ്റിലേക്ക് താൻ കൈയിട്ടിട്ട് അതിനകത്തിരുന്ന കർച്ചീഫ് എടുത്ത് അവൾ കാർക്കിച്ച് തുപ്പിയ തുപ്പലിന്റെ അവശിഷ്ടങ്ങൾ തന്റെ മുഖത്തു നിന്ന് ആ മനുഷ്യൻ തുടച്ചു മാറ്റിയതിനു ശേഷം തന്റെ കയ്യിൽ ഒരു ചെറിയ താക്കോൽ ഉണ്ടായിരുന്നു. ഇവളെ ബന്ധിച്ച ചങ്ങലയുടെ താഴിന്റെ താക്കോൽ. ആ താക്കോൽ എടുത്ത് സാവധാനം ആ ചങ്ങല, അവൾ താഴു വെച്ച് പൂട്ടിയിരുന്ന ആ ചങ്ങല അവളുടെ ശരീരത്തിൽ നിന്ന് അദ്ദേഹം അഴിച്ചു മാറ്റി. ഇവളുടെ രണ്ട് കൈയും സ്വതന്ത്രമായി. താൻ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന മാർക്കറ്റ് നിന്ന് അദ്ദേഹം സ്വന്തമാക്കിയ മേലാൽ ഈ അടിമ ഈ മനുഷ്യന്റെ സ്വന്തമെന്നുള്ള സർട്ടിഫിക്കറ്റ് അവളുടെ കയ്യിലേക്ക് അദ്ദേഹം കൊടുത്തതിന് ശേഷം അദ്ദേഹം അവളോട് പറഞ്ഞു, മേലാൽ നീ ആർക്കും അടിമയായി ജീവിക്കണ്ട. നിന്നെ സ്വതന്ത്രയാക്കുവാൻ വേണ്ടി ഞാൻ നിന്റെ വിൽപത്രം അല്ലെങ്കിൽ നിന്റെ സർട്ടിഫിക്കറ്റ്, നീ അടിമയല്ല എന്നുള്ള പത്രം ഞാൻ അവിടെ നിന്ന് കരസ്ഥമാക്കി നിന്നെ ഏൽപ്പിക്കുന്നു. ഇത് നിന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം മേലാൽ ആരും നിന്നെ അടിമയാക്കാൻ വരികയില്ല. പൊട്ടിക്കരച്ചിൽ ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലേക്ക് മാറി. അവൾ സ്വതന്ത്രയാക്കപ്പെട്ടു ഒരൊറ്റ സെക്കൻഡിൽ. മേലാൽ ഇനി ആരും അടിമയാക്കത്തില്ല. കാരണം ഈ മനുഷ്യന്റെ അടിമ എന്നുള്ള സർട്ടിഫിക്കറ്റ് അവളുടെ കയ്യിൽ വന്നിരിക്കുക. അത് കയ്യിലിരിക്കുന്നിടത്തോളം അവൾ ഇനിയും സ്വതന്ത്രയാ. ഇവൾ ചെയ്ത പ്രവൃത്തി കേൾക്കണമോ? ഇവൾ മുന്നോട്ട് വന്നിട്ട് അടിമ മാർക്കറ്റ് മുഴുവൻ നോക്കി നിൽക്കുമ്പോൾ
നിലത്തേക്ക് കവണ് വീണിട്ട് ആ മനുഷ്യന്റെ 2 കാലുകളിലും അവൾ ഇങ്ങനെ മുറുകി അള്ളിപ്പിടിച്ചിട്ട് കവണ് കിടന്നുകൊണ്ട് അവൾ ഒറ്റ അലർച്ചയായിരുന്നു, എനിക്കിനിയും സ്വതന്ത്രയായി ജീവിക്കണ്ട, എൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ഒരു അടിമയായി എനിക്ക് ജീവിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. അങ്ങയുടെ ഒരു ദാസിയായി എനിക്ക് ജീവിച്ചാൽ മതി. അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സ്വപ്നം കാണുന്നതിനും അപ്പുറമേറിയ ഒരു സ്വാതന്ത്ര്യമാണ് അന്ന് അവിടെ വെച്ച് ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതായിരുന്നു അവിടെ സംഭവിച്ചത്. ധന്യനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പി ലേഖനം എഴുതുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ദാസൻ അല്ലെങ്കിൽ അടിമ എന്നൊരു പദം പൗലോസ് ശ്ലീഹ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പൗലോസിന് ഏറ്റവും ഫെമിലിയറായ ഒരു സിറ്റുവേഷനെയാണ് പൗലോസ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. പൗലോസിന്റെ വീട് തർസോസിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ധാരാളം സമ്പത്തുകൾ ആ ഭവനത്തിലുണ്ട്. അദ്ദേഹത്തിന് 2 ബിസിനസ് ഉണ്ട്, കപ്പലുകളുടെ ബിസിനസ് ഉണ്ട്, അതുപോലെ യാത്ര ചെയ്യുന്നവർക്ക് ആവശ്യമുള്ള കൂടാരങ്ങളുടെ ബിസിനസ്സുമുണ്ട്. ഈ 2 ബിസിനസ്സുകൾ ഹോൾഡ് ചെയ്യുന്ന ഈ ഭവനം ആ ദേശത്തെ ഒരു ധനാഢ്യ ഭവനമാണ്. എത്ര അടിമകൾ ഉണ്ടെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയത്തില്ല. ധാരാളം അടിമകൾ തൻ്റെ വീട്ടിലുണ്ടെന്ന് തനിക്ക് നല്ലതുപോലെ അറിയാം. അദ്ദേഹത്തിന് അറിയാം ഒരു ദാസന്റെ ജീവിതം അല്ലെങ്കിൽ അടിമയുടെ ജീവിതം ഒട്ടും അഭികാമ്യമല്ല. അടിമയുടെ ജോലി ഒട്ടും അഭികാമ്യമല്ല. അവൻ എന്നും ഒരു ദാസനാ, അവൻ എന്നും ഒരു അടിമയാ. പ്രൈസ് ദി ലോർഡ്. അവന്റെ ജീവിതം ഒരിക്കലും അഭിമാനകരമായ ജീവിതമല്ല. ഒരടിമയുടെ ജീവിതം ഒരിക്കലും അഭിമാനകരമായ ജീവിതമല്ല. അടിമയുടെ ജീവിതം വെറുക്കപ്പെടുന്ന ജീവിതം, യജമാനന്റെ പീഡനമേൽക്കുന്ന ജീവിതം, ഒറ്റപ്പെടുന്ന ജീവിതം, പരിഹസിക്കപ്പെടുന്ന ജീവിതം, ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞൊരു ജീവിതമാണ്. എന്തുകൊണ്ടാ പൗലോസ് ശ്ലീഹ ഒരടിമയുടെ സ്വഭാവത്തെ യേശുക്രിസ്തുവിന്റെ സ്വഭാവവുമായി താരതമ്യപ്പെടുത്തി ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നറിയാമോ? പൗലോസ് പറയുന്നു, എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിൽ ഞാൻ കണ്ടിട്ടുള്ള സ്വഭാവ ഗുണങ്ങളിൽ ഏറ്റവും വലിയ സ്വഭാവ ഗുണം അവൻ ദൈവമായിരിക്കെ ദാസനായി ഭൂമിയിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് ശ്ലീഹ യേശുക്രിസ്തുവിൽ കണ്ട ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്വഭാവ ഗുണം എന്ന് പറയുന്നത് അവൻ ഒരു ദാസന്റെ സ്വഭാവ ഗുണം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഒരടിമയുടെ സ്വഭാവ വൈശിഷ്ട്യം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതായത് ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ, യേശുക്രിസ്തു ചെയ്തിട്ടുള്ള സകല അത്ഭുതങ്ങളെക്കാളും, യേശു പ്രവർത്തിച്ചിട്ടുള്ള സകല അത്ഭുതങ്ങളെക്കാളും ഏറ്റവും ശ്രേഷ്ഠം അവൻ ഒരു അടിമയുടെ രൂപം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഒരു ദാസ രൂപം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതാണ് യേശുവിൽ കണ്ട അത്ഭുതങ്ങളുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്നാണ് ബൈബിൾ വിവക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരടിമയുടെ രൂപം അവൻ ഏറ്റെടുക്കുവാൻ വേണ്ടി വന്ന വരവാണ് അവന്റെ ഒന്നാമത്തെ വരവ്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ വരവ്. അവിടെ രാജാവായി വിളങ്ങാൻ വന്നതല്ല, സാമ്രാജ്യം സ്ഥാപിക്കുവാൻ വന്നതല്ല, മറ്റൊന്നിനുമല്ല അവൻ വന്നത്. അവൻ അടിമയുടെ രൂപം വഹിച്ച് ദാസനായി ഭൂമിയിലേക്ക് വന്നതിന്റെ ഒന്നാം വരവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മാനവകുലത്തിന്റെ വീണ്ടെടുപ്പായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആദം മുഖാന്തരം മാനവകുലത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ക്ഷതം നമുക്കെല്ലാവർക്കും അറിയാം. ആദാമ്യ കുലം മുഖാന്തരം മാനവകുലം തച്ചുടയ്ക്കപ്പെട്ട ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. മുടിച്ചു കളയുവാൻ, മനുഷ്യനെ മുടിച്ചു കളയുവാൻ പര്യാപ്തമായിരുന്നു ആദാമ്യ കുലത്തിന്റെ പാപം എന്നുള്ളത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. അതിഭയങ്കരമായ വെല്ലുവിളിയാണ് മാനവകുലത്തിനെതിരെ സാത്താൻ ആദാം മുഖാന്തരം ഉയർത്തിയത്. എന്ന് പറഞ്ഞാൽ, ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. സൃഷ്ടിച്ച മനുഷ്യന്റെ മേൽ അവൻ തന്റെ ജീവശ്വാസം ഊതി. എന്ന് പറഞ്ഞാൽ അവന്റെ ജീവൻ നമ്മുടെ മേൽ പകർന്നു, നമ്മൾ തേജസ്സുള്ളവരായി തീർന്നു. എന്നാൽ സാത്താനാൽ സ്വാധീനിക്കപ്പെട്ട ആദാമ്യ കുലം പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അകന്നുപോയി, എന്നേക്കുമായി അകന്നുപോയി. ആദാമ്യ കുലത്തിന് അല്ലെങ്കിൽ മാനവ കുലത്തിന് സാത്താൻ ഉയർത്തിയ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. പാപം മനുഷ്യനെ കീഴ്പ്പെടുത്തി കളഞ്ഞു, പാപം മനുഷ്യനെ തകർത്ത് കളഞ്ഞു. ഇന്നും പ്രിയമുള്ളവരെ, ആദാമ്യ പാപം നമ്മുടെ സമൂഹത്തെ തച്ചുടച്ചുകൊണ്ടിരിക്കുക. സമസ്ത മേഖലകളിലും ഇന്ന് നമ്മുടെ സമൂഹം തകർന്നുകൊണ്ടിരിക്കുക. ഇന്നും നിലനിൽക്കുന്നു ആദാമ്യ പാപത്തിന്റെ ശക്തി. ഇന്നും അതിന്റെ ശക്തി അതിന്റെ പൂർവാധിക ബലത്തിൽ
എത്തപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എത്തിയിരിക്കുന്നു. ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി മാനവകുലം നേരിടുന്ന ആദാമ്യ പാപം മുഖാന്തരമുള്ള തകർച്ചയാണ്. തല ഉയർത്തി നോക്കിക്കേ, എന്താ ഇന്നത്തെ ലോകത്തിന്റെ ഒരു പ്രത്യേകത? വേൾഡ് ഈസ് ഇൻ ഡിസ്ട്രസ്. ഒരു തകർച്ചയിൽ നിൽക്കുക. എല്ലാ മേഖലകളും ഒരു തകർച്ചയിൽ നിൽക്കുക. എവിടെയാ ഇന്ന് തകർച്ചയില്ലാത്തത്? സാമ്പത്തിക മേഖലകൾ തകർന്ന് തരിപ്പണമായില്ലേ? എല്ലാ മേഖലകളും ഇന്ന് തകർന്ന് തരിപ്പണമായി. ആരോഗ്യ മേഖലകൾ എവിടെയാണ് സ്വസ്ഥതയുള്ളത്? തകർന്ന് തരിപ്പണമായില്ലേ? മാരക രോഗങ്ങൾ ഇന്ന് മാനവകുലത്തെ തച്ചുടച്ച് കളഞ്ഞില്ലേ? മരുന്നില്ലാത്ത പുതിയ രോഗങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹം ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയല്ലേ? ആർക്കും ആരെയും രക്ഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ രോഗശക്തികൾ ഇന്ന് മനുഷ്യനെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുക, തകർന്നുകൊണ്ടിരിക്കുക. രോഗം വന്നു കഴിയുമ്പോൾ ചികിത്സാ ചെലവ് മനുഷ്യനൊരു പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുക. ഹോസ്പിറ്റലിൽ പോകാൻ മനുഷ്യൻ ഭയപ്പെടുന്നു. കാരണം ചികിത്സാ ചെലവുകൾ അവന്റെ പ്രാരാബ്ധങ്ങളുടെ മുന്നിൽ താങ്ങുവാൻ കഴിവില്ലാതെ മനുഷ്യനിൽ നിന്ന് നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാ മേഖലകളും ഇന്ന് തകർച്ചയാ. നാളെ നമ്മുടെ സമൂഹം നേരിടുവാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ അത് ഭക്ഷ്യ പ്രതിസന്ധിയാ, ഭക്ഷണ പ്രതിസന്ധി. മനസ്സിലായോ? ഇന്ന് സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും ഒക്കെ ചെന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ എടുക്കുക. എന്നാൽ നാളെ എന്ന് പറയുന്ന ഒരു ദിവസത്തിൽ അവിടെ ഉള്ളതുമായി മടങ്ങേണ്ടി വരും. അങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കുമെന്ന് 2018 വെള്ളപ്പൊക്കവും അതിനുശേഷം വന്ന കോവിഡും നമ്മുടെ സമൂഹത്തിൽ തെളിയിച്ചു. എന്താ വെള്ളപ്പൊക്കം തെളിയിച്ചത്? ഭക്ഷണം കിട്ടാൻ നിവൃത്തിയില്ലായിരുന്നു. പൊതികൾ ആരെങ്കിലുമൊക്കെ കൊണ്ടു തന്നാൽ കഴിക്കാമെന്നൊരു ഗതികേടായി. കടകളിലുള്ള സാധന സാമഗ്രികൾ മുഴുവൻ വെള്ളം കയറി നശിച്ചുപോയി. അല്ലെങ്കിൽ കിട്ടിയവർ അത് മേടിച്ചു കൊണ്ടുപോയി. എല്ലാ സൂപ്പർ മാർക്കറ്റുകളും കേരളം മുഴുവൻ കാലിയായി. എല്ലാ ഷോപ്പുകളും അടച്ചിട്ടു. റേഷൻ കടകൾ തുറന്നില്ല. സാധന സാമഗ്രികൾ ലഭിക്കാനില്ല. അതിർത്തി കടന്ന് ലോറികൾ വന്നില്ല. പച്ചക്കറികൾ വന്നില്ല. ഫിഷ് മാർക്കറ്റുകൾ നിശ്ചലമായി. മാംസ മാർക്കറ്റുകളിൽ അറക്കുവാൻ മൃഗങ്ങളെ കിട്ടാതെയായി. 2018 വെള്ളപ്പൊക്കം ഒരു സത്യം വിളിച്ചറിയിച്ചു. ഇന്ന് കാണുന്നതൊക്കെ നാളെ കണ്ടില്ല എന്ന് വരും. അതിനുശേഷം വന്ന കോവിഡിന്റെ ചരിത്രം ഒന്ന് ഓർത്തു നോക്കിക്കേ. സാധനം മേടിക്കാൻ പുറത്തിറങ്ങാൻ വയ്യ. ബാങ്കിൽ പോയി പണം എടുക്കാൻ വയ്യ. ATMന്റെ മുന്നിൽ പോയി ക്യൂ നിൽക്കാൻ വയ്യ. ഇവിടെ പണമുണ്ടെങ്കിലും സാധനം മേടിക്കാൻ പുറത്തിറങ്ങാൻ വയ്യ. പുറത്തിറങ്ങുമ്പോൾ പേപ്പർ കൊണ്ട് ഇറങ്ങണം. ഇറങ്ങിയാലും പോലീസുകാർ വിടത്തില്ല. കടകളിൽ സാധനമൊട്ട് വരുന്നുമില്ല. കോവിഡ് നമ്മുടെ ലോകം മുഴുവൻ നിശ്ചലമാക്കിയപ്പോൾ ഇവിടെയുള്ള ഗുഡ് സപ്ലൈയും നിന്നുപോയ ചരിത്രം നമുക്കറിയാം. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തവരെ പോലെ ഈ രണ്ട് സംഭവങ്ങളും നമ്മളെ നിർത്തിയ കാലഘട്ടം ഇന്നും നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇവിടെ യുദ്ധങ്ങൾ തുടങ്ങിയിട്ട് യുദ്ധങ്ങൾ തീരുന്നില്ല. ഒരു യുദ്ധം തീരുന്നതിന് മുമ്പ് മാലപ്പടക്കം പോലെ അടുത്ത യുദ്ധം. ഇന്ന് ഒരു യുദ്ധം, ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഏകദേശം 6 യുദ്ധങ്ങൾ നമ്മുടെ മണ്ണിൽ ലോകത്തിൽ പൊട്ടിപ്പുറപ്പെട്ടു. 6ാമത്തെ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴും 1ാമത്തെ യുദ്ധം തീർന്നിട്ടില്ല. മാലപ്പടക്കം പോലെ യുദ്ധങ്ങൾ ഇന്ന് പ്രബലമാകിയ. പണ്ടൊക്കെ ഒരു യുദ്ധം തുടങ്ങിയാൽ യുണൈറ്റഡ് നേഷൻസ് ചർച്ച നടത്തി അത് നിർത്തൽ ചെയ്ത് പിന്നെ വർഷങ്ങൾക്ക് ശേഷമാ അടുത്ത യുദ്ധം തുടങ്ങുന്നത്. എന്നാൽ 1ാം യുദ്ധം തീരാതെ തന്നെ ഇന്ന് യുദ്ധങ്ങൾ മാലപ്പടക്കം പോലെ നടക്കുന്നു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായ ഇംഗ്ലണ്ടിൽ നിന്ന് ചില നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ എന്നെ ഫോൺ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വാചകം ഇങ്ങനെയാ. ഹൈപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കുവാൻ ചെന്നപ്പോൾ അവിടെ വാതിക്കൽ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു. ഒരു വീടിന് 4 തക്കാളി മാത്രം. ഒരു വീടിന് 4 തക്കാളി. തക്കാളിക്ക് റേഷൻ. ചിന്തിക്കാൻ പറ്റുമോ? റാന്നി നിവാസികൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? കടയിൽ ചെന്ന് 4 തക്കാളിയുടെ റേഷൻ. അവിടെ അത് സംഭവിച്ചു. 5 എണ്ണം എടുത്താൽ എല്ലാം കൂടെ പിടിച്ചു വെക്കും. അതായിരുന്നു എഴുതി വെച്ചിരുന്ന ബോർഡിന്റെ അർത്ഥം. നോക്കുക, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ തക്കാളിക്ക് പോലും റേഷൻ നിലവിൽ വരത്തക്ക നിലയിൽ സാമ്പത്തിക, ആരോഗ്യ അല്ലെങ്കിൽ ഭക്ഷ്യ മേഖലകൾ ഒരു തകർച്ച നേരിട്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കിട്ടുന്നതുമായി വീട്ടിലേക്ക് മടങ്ങേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടാൻ പോകുകയാണ്. അടുത്ത ഏറ്റവും വലിയ പ്രതിസന്ധി അതാ.
രോഗം പിടിമുറുക്കി കഴിഞ്ഞു, തകർത്തെറിഞ്ഞു കഴിഞ്ഞു എല്ലാ മേഖലകളിലും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു പ്രിയമുള്ളവരെ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, രോഗങ്ങൾ, മരുന്നുകൾ മനുഷ്യനെ രക്ഷിക്കുന്നില്ല, ഡോക്ടർമാർ മനുഷ്യനെ രക്ഷിക്കുന്നില്ല, ഹോസ്പിറ്റലുകൾ വെറുതെയാണെന്ന് കാലം തെളിയിച്ചിരിക്കുക. ഇവിടെ കണ്ടതും കേട്ടതും അറിഞ്ഞതും ഒന്നും നമ്മളെ രക്ഷിക്കത്തില്ലെന്ന് കാലം തെളിയിച്ചില്ലേ? അടുത്ത ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താ? വേൾഡ് ഇസ് ഇൻ ഡിസ്ട്രസ്. ഈ ഡിസ്ട്രസ് മുഖാന്തരം മനുഷ്യൻ ഒരു ഡിപ്രഷനിലേക്ക് പോകുകയാണ്. ഇന്ന് ഡിപ്രഷനില്ല മനുഷ്യൻ. ചിരിക്കാൻ അറിയാവുന്നവർ ചിരിക്കാൻ മറന്നു കഴിഞ്ഞു. വീട്ടിൽ തന്നെ സന്തോഷമില്ലാത്തവർ, അമ്മയും അപ്പനെയും നോക്കി പല്ലിളിക്കാത്ത പിള്ളാർ എന്ന് പറഞ്ഞാൽ പുഞ്ചിരി നഷ്ടപ്പെട്ട മക്കൾ, ഗൗരവമാ വേറെ ഏതോ ഒരു ലോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. വീട്ടിലുള്ളവർക്ക് തന്നെ തമ്മിൽ സന്തോഷമില്ല. ഒരു ഡിപ്രഷൻ ഇന്ന് മാനവകുലത്തെ പിടിച്ചിരിക്കുക. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ചിരിക്കാൻ മറന്നു, സ്നേഹിക്കാൻ മറന്നു, കരുതാൻ മറന്നു, വിശേഷങ്ങൾ ചോദിക്കാൻ മറന്നു. മറ്റുള്ളവരുടെ വേദന, വീട്ടിലുള്ളവരുടെ തന്നെ വേദനകൾ ഉൾക്കൊള്ളാൻ അന്യോന്യം സാധിക്കുന്നില്ല. കാരണം എന്താ? ഒരു ഡിപ്രഷനിൽ എല്ലാവരും പിടിക്കപ്പെട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. തകർന്ന ലോകം ഒരു ഡിപ്രഷനിലേക്ക് നമ്മളെ നയിക്കുക. അതല്ലേ ഒരു കാര്യം. എന്താ തകർച്ചയുടെ മറ്റൊരു വശം? ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി നമുക്കെല്ലാവർക്കും അറിയാം. മാരക മരുന്നുകൾ, മയക്കുമരുന്നുകളും മദ്യവും ഇന്ന് നമ്മുടെ സമൂഹത്തെ അമ്മാനമാടിക്കൊണ്ടിരിക്കുകയല്ലേ? തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആർക്ക് നമ്മുടെ മണ്ണിനെ ഇനി രക്ഷിക്കുവാൻ കഴിയും? ഇല്ല, ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ സമൂഹം ഇന്ന് കൈവിടപ്പെട്ടു. ആമേൻ. ഞാൻ അടുത്ത സമയത്ത് മനസ്സിലാക്കിയ ഏറ്റവും ഗൗരവമുള്ളൊരു വിഷയം, പണ്ടൊക്കെ സ്വന്തം അപ്പൻ മുന്നിലിരുന്നാൽ, വീടിന്റെ ഉമ്മറത്തിരുന്നാൽ അപ്പന്റെ മുന്നിൽ കൂടി പുറത്തേക്ക് പോകാൻ മക്കൾ തയ്യാറാകത്തില്ല. അവർ പുറത്തൂടോ, അത് സഹോദരി പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും, വീടിന്റെ സൈഡിൽ കൂടിയോ പുറകിലെ വാതിലൂടെ ഇറങ്ങി അപ്പൻ കാണരുതേ എന്ന് പറഞ്ഞാ പോകുന്നത്. എന്നും വരുന്നതിലും അല്പം താമസിച്ചാൽ അപ്പൻ കിടക്കണേ, അപ്പൻ കാണരുതേ എന്ന് ആഗ്രഹിച്ച് തിരിച്ചു വരുന്ന മക്കളല്ലായിരുന്നോ ഇവിടെ ഇരിക്കുന്ന ഒരുപക്ഷെ 70, 50, 60 വയസ്സ് പ്രായമുള്ളവർ? ഇന്ന് അന്ന് കുഞ്ഞുങ്ങൾ, മക്കൾ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഇന്നത്തെ അവസ്ഥ അറിയാമോ? സ്വന്തം അപ്പന്റെ നേരെ കണ്ണുരുട്ടുന്ന മകൻ ഇന്ന് നിത്യ സംഭവമായിരിക്കുക. 17, 18 വയസ്സുള്ള പെൺകുട്ടികൾ സ്വന്തം അമ്മമാരെ പേടിപ്പിക്കുന്ന കാലഘട്ടം വന്നെത്തിയിരിക്കുക. മകനെ പേടിക്കുന്ന അപ്പൻ, മകളെ പേടിക്കുന്ന അമ്മ ഇന്ന് സമൂഹത്തിൽ ഒരു നിത്യ സംഭവമാ. മകൾ കണ്ണുരുട്ടിയാൽ വിറയ്ക്കുന്ന അമ്മ, മകൻ സൂക്ഷിച്ചു നോക്കിയാൽ മറുപടി പറയാൻ ഭയപ്പെടുന്ന അപ്പൻ. നിങ്ങൾ ചിന്തിക്കരുതേ ഇത് സംഭവിക്കുമോ ഇന്ന് നമ്മുടെ സമൂഹത്തെ തച്ചുടയ്ക്കുന്ന വിധത്തിൽ മാരക മരുന്നുകൾ ഇതിനെ തകർത്തെറിഞ്ഞിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിലും ഈ കൺവെൻഷൻ ഒരു പ്രസക്തി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രസക്തി ഉണ്ട്. ഹല്ലേലൂയ. ഉത്തരവാദിത്തമില്ലാത്തവരെ പോലെ കേട്ടിട്ട് എഴുന്നേറ്റ് പോകാൻ ഉള്ളവരല്ല നമ്മൾ. സമൂഹം കൈവിടപ്പെട്ട് കഴിഞ്ഞു, തകർത്തെറിയപ്പെട്ട് കഴിഞ്ഞു. സ്വന്തം മക്കൾ അമ്മയപ്പന്മാർക്ക് ഭീഷണിയായി കഴിഞ്ഞു. 5 പേരെ കൊന്നൊടുക്കിയ ഒരു കൊച്ചുമകൻ, വീട്ടിലെ കൊച്ചുമകനാ. 5 പേരെ 1, 2, 3, 4, 5 എന്ന് അവൻ കൊന്നൊടുക്കി. മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു പോലീസുകാരൻ ആ ചെറുപ്പക്കാരൻ കൊച്ചിനോട് ചോദിച്ചു, മോനെ നീ എന്തിനാടാ നിന്റെ വല്യമ്മയെ കൊന്നത്? അവർ ഇന്നല്ലെങ്കിൽ നാളെ കുഴിയിലേക്കെന്ന് പറഞ്ഞ് കാലു നീട്ടി ഇരിക്കുകയല്ലേ? അത്രയും പ്രായമുള്ള ഒരു വയോധികയെ നീ എന്തിനാ കൊന്നുകളഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അവന്റെ മറുപടി നിങ്ങൾക്കും അറിയാം, കേട്ട് കാണും. എന്തായിരുന്നു അറിയാമോ? അവരുടെ ഒരു ഉപദേശം, ഇടയ്ക്കിടയ്ക്ക് ഒരു ഉപദേശം എന്നോട്, മോനെ നേരെ ജീവിക്കണം, മോനെ നല്ലതുപോലെ ജീവിക്കണം, മോനെ നല്ലവനായി ജീവിക്കണം. വേണ്ട, എനിക്കിനി അവരുടെ ഉപദേശം കേൾക്കണ്ട. തന്റെ കൊച്ചുമകന്റെ നല്ലൊരു ഭാവി കണ്ട് നല്ലതുപോലെ ജീവിക്കണം മോനെ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് അവരെ എങ്ങനെ തീർക്കാം എന്ന് വിചാരിച്ച് ആയുധത്തിന്റെ മൂർച്ച കൂട്ടുന്ന കൊച്ചുമക്കൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേവലം ഒരു സുവിശേഷ മഹായോഗമായി ഈ യോഗം തീരാനുള്ളതല്ല പ്രിയമുള്ളവരെ. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ച ഷാജി പാസ്റ്റർ തോന്നുന്നു പ്രാർത്ഥിച്ചപ്പോൾ ഒരു വാചകം, ഈ കൺവെൻഷൻ റാന്നിയുടെ ഹൃദയഭാഗത്ത് നടക്കുമ്പോൾ ചില പാപികളുടെ ഉള്ളിൽ പരിശുദ്ധാത്മ ശക്തിയുടെ വ്യാപാരം, ചില മയക്കുമരുന്നിനാൽ തകർക്കപ്പെട്ട മദ്യം, തകർത്തെറിഞ്ഞ കുടുംബങ്ങളിൽ ഇന്ന് രാത്രിയിൽ ഒരു മടങ്ങി വരവിന്റെ ശബ്ദം മുഴങ്ങുന്ന രാത്രിയായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
മാത്രമല്ല ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി എന്താ? ഒന്ന് പറഞ്ഞ് രണ്ടിന് ആത്മഹത്യ ചെയ്യുന്ന സമൂഹം. എന്നെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കുടുംബമായി പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊന്നൊടുക്കുന്ന അപ്പനമ്മമാർ. പ്രൈസ് ദി ലോർഡ്. അത് പോട്ടെ, ഞാൻ അടുത്ത സമയത്ത് നടത്തിയ ഒരു പഠനം എന്നെ ഒത്തിരി ആശ്ചര്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ആത്മഹത്യ ചെയ്യുന്നവരിൽ 95% എന്ന് പറഞ്ഞാൽ 100 പേരിൽ 95 പേരും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടല്ല ആത്മഹത്യ ചെയ്യുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടല്ല. പണത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുമ്പോഴും ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ജംഗ്ഷനിൽ അവർ നേരിടുന്ന ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുവാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ അടുത്ത തീരുമാനം ഉടനെയാ, ജീവിതം വേണ്ട. പ്രൈസ് ദി ലോർഡ്. പരീക്ഷയിൽ തോറ്റുപോയാൽ നമ്മുടെ അനേക കുഞ്ഞുങ്ങൾ എടുത്ത തീരുമാനം ജീവിതം വേണ്ട. ഒരു ചെറിയ പരിഹാസമേറ്റാൽ ജീവിതം വേണ്ട. ഒരു പ്രതിസന്ധി വന്നാൽ ജീവിതം വേണ്ട. എന്നെ അടുത്ത സമയത്ത് ഏറ്റവും അധികം ചിന്തിപ്പിച്ച ഒരു മരണം, 50 ലക്ഷം രൂപ ഒരു മാസം ശമ്പളം മേടിക്കുന്ന ഒരു ഡോക്ടറുടെ ആത്മഹത്യ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഓരോ മാസത്തെ ശമ്പളം എത്ര? മിനിമം 50 lakhs. അതാണ് അദ്ദേഹത്തിന് 50 ലക്ഷം അദ്ദേഹത്തിന്റെ സാലറി. ആത്മഹത്യ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഉടുപ്പിന്റെ പോക്കറ്റിൽ നിന്ന് പോലീസ് ആത്മഹത്യ കുറിപ്പ് എടുത്തു. ഇന്നും വിദേശത്തുൾപ്പെടെ അനേകർ അദ്ദേഹത്തെ കാത്തു നിൽക്കിയ ഒരു ഡേറ്റിന് വേണ്ടി ആത്മഹത്യ കുറിപ്പിൽ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ആ ഡോക്ടർ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ കൈക്ക് ചെറിയൊരു വിറയൽ. കൈക്ക് ചെറിയൊരു വിറയൽ. എന്റെ കരിയറിൽ ഒരു ക്ഷീണം സംഭവിക്കുമോ എന്നെനിക്കൊരു ചിന്ത. അപ്പോൾ കരിയറിൽ ക്ഷീണം സംഭവിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട. നോക്കണേ, 50 ലക്ഷം ഒരു മാസം മേടിച്ച് എത്രയോ വർഷങ്ങളായി മേടിച്ച് മഹാധനികനായ ഒരു മനുഷ്യൻ തന്റെ കരിയർ നഷ്ടപ്പെട്ട് ഇനി ഒരു ജീവിതം വേണ്ട എന്ന് ചിന്തിച്ചപ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ കൊച്ചു കേരളത്തിൽ പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, എന്ത് ഭീകരമേറിയ അവസ്ഥ. മയക്കുമരുന്നിൽ എത്രയോ കുടുംബങ്ങൾ ഇല്ലാതെയാകുന്നു. ഞാൻ പാർക്കുന്ന പട്ടണത്തിൽ വിദേശ രാജ്യത്തു നിന്ന് വന്ന ഒരു പിതാവ്, അദ്ദേഹം പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു വരുമ്പോൾ തന്റെ വരവിനോടൊപ്പം അദ്ദേഹം ഇറക്കുമതി ചെയ്തത് ടൊയോട്ട ലെക്സസാ. പ്രവാസി ജീവിതം കഴിഞ്ഞ് വരികയാണ്. ആഗ്രഹം എന്താണെന്നറിയാമോ? ഇവിടെയുള്ള ഒരു വാഹനവും കംഫർട്ടബിൾ അല്ല. ഗൾഫിൽ സഞ്ചരിച്ചതുപോലെ നാട്ടിലും സഞ്ചരിക്കണം. ഏറ്റവും കൂടിയ വാഹനം അദ്ദേഹം ഇറക്കുമതി ചെയ്തു. അതിനകത്തെ രസം, കൊച്ചി എയർപോർട്ടിൽ തന്റെ ഫ്ലൈറ്റ് വരുന്നതിന് മുമ്പ് കൊച്ചിൻ ഷിപ്പ് യാർഡിൽ തന്റെ കാറ് വന്നെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. എന്നിട്ട് എയർപോർട്ടിൽ ഇറങ്ങി ടാക്സി വിളിച്ച് നേരെ ഷിപ്പ് യാർഡിൽ ചെന്നിട്ട് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ടൊയോട്ട ലെക്സസിൽ നാട്ടിലേക്ക് ഒരു മടക്കം. രാജകീയ വരവ്. ആരും ഇതുപോലെ ഇന്ന് വരെ വന്നിട്ടില്ല. പള്ളിക്കാരൊക്കെ ഉണർന്നു. എല്ലാവരും വന്നു. കമ്മിറ്റി, ആ കമ്മിറ്റി, ഈ കമ്മിറ്റി എല്ലാം ഏറ്റെടുത്തു. പലതിന്റെയും ചുമതല. ക്ലബ്ബുകാരിളകി. ക്ലബ്ബുകാരെല്ലാം ഓടി വന്ന് പറഞ്ഞു, മെമ്പർഷിപ്പ്, എല്ലാ ക്ലബിനും മെമ്പർഷിപ്പ്. വളരെ രാജകീയ തുടക്കം. ഭാര്യയോട് പറഞ്ഞു, എടി ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇച്ചിരൂടെ നേരത്തെ വരേണ്ടതായിരുന്നു. ഇത്രയും സ്വീകരണം കിട്ടുമെങ്കിൽ. പക്ഷെ വന്നതിന്റെ 3-ാം ദിവസം ആ അപ്പൻ തിരിച്ചറിഞ്ഞ സത്യം എന്താണെന്നറിയാമോ? ഏകമകൻ മയക്കുമരുന്നിന് അടിമയാ. ഞാൻ ഓടിച്ചു പറയുക, ഞാൻ പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവൻ മയക്കുമരുന്നിന് അടിമയാണെന്നുള്ളത് പോകട്ടെ, സ്വന്തം അപ്പനെ തൊഴിക്കണം, സ്വന്തം അപ്പനെ മർദ്ദിക്കണം. എവിടെ കണ്ടാലും ഓടിച്ചിട്ടടിക്കും. ഇവനെ വ്യാപരിക്കുന്നത് പിശാചല്ലേ. സ്വന്തം അപ്പന് വീട്ടിൽ കിടക്കാൻ വയ്യ. മയക്കുമരുന്നിന് പൈസ കൊടുത്തില്ലെങ്കിൽ അന്നേരെ തൊഴിയ, ചവിട്ട. മണലാരണ്യത്തിൽ രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് സ്വസ്ഥമായി ജീവിക്കാൻ വന്ന അപ്പന്റെ ദുർഗതിയെ ഒരൊറ്റ മകനേ ഉള്ളൂ. എവിടെയോ അവൻ കൈവിട്ടുപോയി. രാത്രിയിൽ വീട്ടിൽ കിടന്നുറങ്ങാൻ വയ്യ. ടൊയോട്ട ലെക്സസിൽ റോഡിൽ ഇറങ്ങും, പെട്രോൾ അടിക്കും, ഓടും, തീരും, വീണ്ടും പെട്രോൾ അടിക്കും, ഓടും. അവസാനം എവിടെയെങ്കിലും മാറ്റി നിർത്തി വിശ്രമിക്കും. രാവിലെ മോൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അപ്പൻ വീട്ടിൽ വരും. എത്ര നാളിങ്ങനെ പോകും? ഒരു ദിവസം അദ്ദേഹത്തിന്റെ കാറിന്റെ ഡ്രൈവർ സീറ്റിൽ ചത്തുമലച്ചിരിക്കുന്ന അപ്പനെയാ പട്ടണം കണ്ടെത്തിയത്. ചങ്കു പൊട്ടിപ്പോയി. എത്ര നാൾ ഇങ്ങനെ ജീവിക്കും? ഞാനും നിങ്ങളും വിചാരിക്കുന്നതിനേക്കാൾ ഭയാനകമായ വിധത്തിൽ ആദാമ്യ പാപം നമ്മുടെ മണ്ണിനെ തച്ചുടയ്ക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മൾ കേട്ട സുവിശേഷത്തിന്റെ ശക്തിയാൽ നമുക്കൊരു വീണ്ടെടുപ്പ് ലഭിച്ചതോർത്ത് ശബ്ദമുയർത്തി എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇതുപോലെ ഒരുവനെ പോലെ നശിച്ചു പോകേണ്ടെന്ന് നമ്മളെ തേടി വന്ന യേശുക്രിസ്തുവിന്റെ കാൽവറി സ്നേഹം, അത് വരുവാൻ വേണ്ടി അവൻ ഇറങ്ങി വന്ന സ്ഥലം ഈ ഭൂമി. അവൻ വെളിപ്പെട്ട രൂപം ഒരു ദാസരൂപം. അവൻ ദാസരൂപത്തിൽ നമുക്ക് വേണ്ടി വെളിപ്പെട്ട്
അവന്റെ സ്വന്തം ശരീരം തകർക്കാൻ വിട്ടുകൊടുത്ത് വീണ്ടെടുപ്പിന്റെ വിലയായി വിലയ്ക്ക് വാങ്ങിയ ദൈവജനം ഇന്ന് രാത്രിയിൽ ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ, ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വാർത്തയാണ് സുവിശേഷം. അതാണ് നമ്മൾ നമ്മുടെ യോഗങ്ങൾക്ക് സുവിശേഷ മഹായോഗം എന്ന് പേരിട്ടിരിക്കുന്നത്. ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളാണ് ക്രൂശിന്റെ വചനം. ഈ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിനെയാണ് ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത്. ചരിത്രത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ എത്രയോ മഹാന്മാർ ജനിച്ചിട്ടുണ്ട്. എത്രയോ മഹാന്മാരുടെ പേരുകൾ നമുക്ക് കാണാതെ അറിയാം. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ തന്നെ പറയും അലക്സാണ്ടർ, നെപ്പോളിയൻ, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഇന്ത്യയിൽ തന്നെ നിൽക്കാം, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, എത്രയോ പ്രമുഖന്മാർ. ലോക ചരിത്രം നോക്കിയാണെങ്കിൽ അലക്സാണ്ടർ, ഫിലോസഫേഴ്സിനെ നോക്കിയാണെങ്കിൽ സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ഡയോജനസ്, ടെലിമാക്കസ്, എത്രയോ പേർ. പ്രഗത്ഭന്മാരെ നോക്കിയാണെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റുമാരായ എബ്രഹാം ലിങ്കൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ തുടങ്ങി മഹാരഥന്മാർ എത്രയോ പേർ. ലോകത്തെ മുഴുവൻ വിറപ്പിച്ച ക്രൂരനായ ഭരണാധികാരി അഡോൾഫ് ഹിറ്റ്ലർ, മുസോളിനി തുടങ്ങിയുള്ളവരുടെ പേരുകളെല്ലാം നമുക്ക് നല്ലതുപോലെ അറിയാം. ഇവരിൽ ചിലരുടെ ചരിത്രത്തിന്റെ ഭാഗത്തിൽ എഴുതിയിട്ടുണ്ട് മഹാരഥന്മാർ. എന്നാൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ കൺവെൻഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത, എത്ര വലിയ മഹാരഥനെയും ഇന്ന് രാത്രിയിൽ ഇവിടെ അണിനിരത്തി നിർത്തിയാലും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് തുല്യനായി ആരും ഇന്നുവരെ ഇവിടെ വെളിപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി എല്ലാ മഹാരഥന്മാരെയും ഇവിടെ കൊണ്ടുവന്ന് നിർത്തി നമ്മുടെ കർത്താവും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് അവർക്ക് തുല്യനായിട്ടല്ല നിൽക്കുന്നത്, അവരെക്കാൾ ഒരു പടി മുകളിൽ അവൻ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. മുകളിൽ നിന്നിട്ട് അവർ ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവ് അവരോട് സംസാരിക്കും. എന്തായിരിക്കും കർത്താവ് അവരോട് സംസാരിക്കുന്ന സംസാരം? നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവൻ, ഞാൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. നിങ്ങൾ പാപത്തിൽ ജനിച്ചവൻ, ഞാൻ പാപമില്ലാതെ ജനിച്ചവൻ. നിങ്ങൾ രോഗത്തിന് കീഴ്പ്പെടുന്നവർ, ഞാൻ രോഗത്തെ ജയിക്കുന്നവൻ. ഹല്ലേലൂയ. നിങ്ങൾ മണ്ണിൽ അലിഞ്ഞു ചേരുന്നവർ, എന്നാൽ ഞാൻ മണ്ണിനെ ജയിച്ചവൻ. നിങ്ങൾ മണ്ണിൽ കൂടി പോയവർ, എന്നാൽ ഞാൻ പോയതുപോലെ മടങ്ങി വരുന്നവൻ. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവിന് തുല്യനായി മറ്റാരും ഇവിടെ ഇല്ല. ചേർന്ന് കർത്താവിനെ ശബ്ദമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിന്റെ ജനനം മാത്രം അല്ലെങ്കിൽ ജീവിതം മാത്രം ഒരു സുവിശേഷമായി മാറിയത്? എത്രയോ പേർ ഇവിടെ ജനിച്ചിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ ഒക്കെ പ്രഗത്ഭന്മാരാ. ഇവരുടെ ആരുടെയും ജീവിതം എന്തുകൊണ്ടൊരു സുവിശേഷമായി തീരാതെ യേശുക്രിസ്തുവിന്റെ ജീവിതം മാത്രം സുവിശേഷമായി തീർന്നു? അതിന് മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം അവിടെ കൊടുത്തിരിക്കുന്ന ഒരു മറുപടിയുണ്ട്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ജീവിതം മാത്രം സുവിശേഷമായി? അതിപ്രകാരമാ, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ ഇരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. പ്രൈസ് ദി ലോർഡ്. അവൻ തന്റെ ജനത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനുള്ളവനാകൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. ഒന്നുകൂടി പറഞ്ഞാൽ, ജീവിതം സുവിശേഷമാകാൻ കാരണം ക്രിസ്തുവിന്റെ ജനനം മാനവജാതിയുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയായിരുന്നു. ഞാൻ അതുകൊണ്ട് പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഒരു സർക്കാർ ജോലിയല്ല. ഒരുവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം വിദേശ രാജ്യത്തെ ഒരു ജോലിയല്ല. ഒരുവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അവൻ വെച്ച മനോഹര വീടുകളല്ല. ഒരുവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠത അവൻ ഉപയോഗിക്കുന്ന വിലപിടിപ്പുള്ള വാഹനമല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് യേശു അവന്റെ ഉള്ളിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ധന്യനായ പൗലോസ്ലീഹ, ഫിലോസഫർ, പ്രീച്ചർ, റൈറ്റർ എന്തെല്ലാം പറഞ്ഞാലും ആ മനുഷ്യന് ഒരു അലങ്കാരങ്ങൾ കൂടി വരത്തേ ഉള്ളൂ. അദ്ദേഹത്തെ പോലെ ഒരു എഴുത്തുകാരൻ ഇല്ല, അദ്ദേഹത്തെ പോലെ ഒരു വെളിപ്പാട് പ്രാപിച്ചവൻ ഇല്ല, അദ്ദേഹത്തെ പോലെ ഒരു പ്രസംഗകൻ ഇല്ല, അദ്ദേഹത്തെ പോലെ ഒരു സഭാ സ്ഥാപകൻ ഇല്ല, അദ്ദേഹത്തെ പോലെ ഫിലോസഫി കൈകാര്യം ചെയ്യാവുന്നവരില്ല, അദ്ദേഹത്തെ പോലെ വിവിധ ഭാഷകൾ ഒരേ സമയം കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള പ്രാസംഗികർ അന്നില്ലായിരുന്നു. പക്ഷേ ഈ മനുഷ്യന്റെ ഒരു വാചകം എനിക്ക് പ്രശംസിക്കുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കർത്താവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കുവാൻ മറ്റൊന്നുമില്ല. അദ്ദേഹം അത് പറയാനുള്ള ഏക കാരണം, പാപിയായിരുന്ന എൻ്റെ വീണ്ടെടുപ്പ് വെളിപ്പെട്ട സ്ഥലത്തിന്റെ പേരാ
കാൽവറി. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറയാം, യേശുക്രിസ്തുവിനൊപ്പം യേശുക്രിസ്തുവും മാത്രം. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് ഏറ്റവും മനോഹരമായി ധന്യനായ പൗലോസ്ലീഹ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ കുറിച്ച് ഏറ്റവും മനോഹരമായി ശിഷ്യന്മാർ മത്തായി എഴുതിയിട്ടുണ്ട്, മർക്കോസ് എഴുതിയിട്ടുണ്ട്, ലൂക്കോസ് എഴുതിയിട്ടുണ്ട്, യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ പൗലോസ്ലീഹ ഏറ്റവും മനോഹരമേറിയ വിധത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ആ എഴുതിയിരിക്കുന്ന ആ വാചകങ്ങളുടെ ആകത്തുക ഞാൻ വളരെ വേഗം ഒന്ന് പറയാം. റോമ ഗവൺമെന്റ് കണ്ടുപിടിച്ച ഒരു ഉപകരണമല്ലായിരുന്നു ക്രൂശ്. റോമൻ ഗവൺമെന്റിന്റെ ഉപകരണമല്ലായിരുന്നു ക്രൂശ്. ഇതൊന്നാം സാമ്രാജ്യമായ ബാബിലോണിയ സാമ്രാജ്യം മുതലേ ക്രൂശ് നിലവിലുണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിമാർ കൊലോസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഗാലറികളിൽ വരും. അപ്പോൾ ഇവർക്ക് കാഴ്ച കാണണം. അപ്പോൾ ഇവരുടെ മുന്നിൽ കൊണ്ടുവരുന്നത് മനുഷ്യരെയാണ്. മനുഷ്യരെ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഇവർ തോൽപ്പിച്ച രാജ്യത്തെ സൈന്യം, ഇവർ തോൽപ്പിച്ച രാജ്യത്തെ ജനത, പിടിക്കപ്പെട്ടെന്ന തടവുകാർ, അതിനകത്ത് സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, പുരുഷന്മാരുണ്ട്, പ്രായമുള്ളവരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്. എല്ലാവരെയും കൊണ്ട് നിർത്തും. ഇവരിയ്ക്കുന്ന ഗാലറികളുടെ താഴെ ഇങ്ങനെ മൃഗങ്ങളെ അടച്ചിരിക്കുന്ന ഗുഹകളാണ്. അവിടെ കിടക്കുന്ന മൃഗങ്ങൾ സിംഹം, പുലി, കരടി, ചെന്നായി തുടങ്ങിയുള്ള ഹിംസ്ര ജന്തുക്കളാണ്. ചക്രവർത്തി പരിവാരങ്ങളും ഗാലറിയിൽ വന്നിരിക്കുമ്പോൾ ഈ പിടിച്ച അടിമകളായ ജനക്കൂട്ടത്തെ ഇവിടെ കൊണ്ടുവന്നിറക്കും. എന്നിട്ട് ചക്രവർത്തി സിഗ്നൽ കൊടുക്കുമ്പോൾ അങ്ങേയറ്റത്തുനിന്ന് ഓരോ മൃഗത്തെ തുറന്നുവിടും. സിംഹം വന്ന് ജനത്തിന്റെ മേൽ ചാടി വീഴും. പ്രാണരക്ഷാർത്ഥം ജനം ഓടുമ്പോൾ ചക്രവർത്തിക്ക് ഭയങ്കര സന്തോഷം. കടുവ ചെന്ന് 10 പേരെ കൊല്ലും, ഭയങ്കര സന്തോഷം. പുലി ചെന്ന് ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരെ കടിച്ച് പിച്ച് ചീന്തും. ചക്രവർത്തിക്ക് ഭയങ്കര സന്തോഷം. ഈ സമയം ചക്രവർത്തിയുടെ മേൽ ഒരു ആത്മാവ് വരും, ഒരു പ്രത്യേക ശക്തി വരും. ഈ ശക്തി വരുമ്പോൾ തന്റെ കയ്യിൽ ഒരു ദണ്ട് പിടിച്ചിട്ടുണ്ട്. ഈ ദണ്ടിനൊരു തലയുണ്ട്. ആ തലയുടെ ഷേപ്പ് ക്രൂശിന്റെ ഷേപ്പാ. ഈ ചക്രവർത്തി എന്ത് ചെയ്യുന്നറിയാമോ? ഈ പൈശാചികത്വം ആസ്വദിക്കുമ്പോൾ തന്റെ തള്ളവിരലിൽ വെച്ച് ഈ വടിയുടെ ഈ ദണ്ടിന്റെ മുകളിലെ ഈ തലയിൽ അദ്ദേഹം ഓടിക്കും. അദ്ദേഹം ഓടിക്കുന്നത് ക്രൂശിന്റെ ഷേപ്പിലാണ്. മനസ്സിലായോ? ഒന്നാം ബാബിലോണിയ സാമ്രാജ്യത്തിൽ ദുരാത്മാവ് ചക്രവർത്തിയുടെ മേൽ വരുമ്പോൾ അദ്ദേഹം ആസ്വദിക്കുമ്പോൾ അദ്ദേഹം കരം ചലിപ്പിക്കുന്ന ഉപകരണത്തിന്റെ തലയുടെ ഷേപ്പായിരുന്നു ക്രൂശ്. എന്ന് പറഞ്ഞാൽ ഒന്നാം ലോക സാമ്രാജ്യം മുതലേ ഈ ഉപകരണം നിലവിലുണ്ടായിരുന്നു. റോമ ഗവൺമെന്റിന്റെ കാലഘട്ടം എത്തിയപ്പോൾ ഇതിനെ ഇച്ചിരി ഡെവലപ്പ് ചെയ്തു. അത് ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണെന്നറിയാമോ? രാജ്യം വെറുക്കുന്ന കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നവർ, ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത കുറ്റം ചെയ്യുന്ന കുറ്റവാളികൾക്ക് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷയാണ് ക്രൂശീകരണം. മനസ്സിലായോ? എല്ലാ കുറ്റവാളികൾക്കുമില്ല. അവൻ രാജ്യദ്രോഹ കുറ്റവാളി ആയിരിക്കണം, ചക്രവർത്തിക്ക് ഇഷ്ടപ്പെടാത്തവനായിരിക്കണം, ദേശം വെറുക്കുന്നവനായിരിക്കണം. അവനെ തൂക്കുന്ന ഉപകരണമാണ് ക്രൂശ്. അതിനെ പല രീതിയിലുണ്ടായിരുന്നു. എക്സ് ആകൃതിയിലുള്ള ക്രൂശ് ഉണ്ടായിരുന്നു, ഒറ്റത്തടിയിലുള്ള ക്രൂശീകരണം ഉണ്ടായിരുന്നു. പല രീതിയിലുള്ള ക്രൂശീകരണത്തിൽ മനുഷ്യ ശരീരത്തിന് ഏറ്റവും അധികം താങ്ങാൻ ബുദ്ധിമുട്ടുള്ള ക്രൂശീകരണമായിരുന്നു യേശുവിനെ ക്രൂശിച്ച ക്രൂശ്. ആ ക്രൂശിന്റെ പ്രത്യേകത നമുക്കറിയാം. 2 കൈയും 2 വശങ്ങളിലേക്കും കാല് രണ്ടും ചേർത്താണിയടിച്ച് ഒരു പച്ചമരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ശരീരം. മറ്റു ക്രൂശീകരണങ്ങളിലെല്ലാം ശരീരത്തിന് ഇച്ചിലൂടെ സപ്പോർട്ട് കിട്ടുമായിരുന്നു. എന്നാൽ ഈ ക്രൂശീകരണത്തിന് ശരീരത്തിന് ഒരു സപ്പോർട്ടും കിട്ടത്തില്ല. സഹിക്കാവുന്ന സകല വേദനകളും ഈ ക്രൂശീകരണത്തിൽ സഹിക്കേണ്ടി വരും. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു കൊല്ലുവാൻ വേണ്ടി തീരുമാനമെടുത്തപ്പോൾ റോമൻ ഗവൺമെന്റ് ഡിസൈഡ് ചെയ്തു, ഇവൻ ഏറ്റവും വേദനയുള്ള ക്രൂശീകരണം തന്നെ കൊടുക്കണം. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ക്രൂശിച്ച ക്രൂശീകരണമായിരുന്നു അവിടെയുള്ള ക്രൂശീകരണങ്ങളിൽ വെച്ച് ഏറ്റവും വേദനാജനകം. പ്രൈസ് ദി ലോർഡ്. ചുമത്തപ്പെട്ട പാപം നമുക്കറിയാം. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാപവും ഇല്ലാത്തവനാണെങ്കിലും അവന്റെ മേൽ ചുമത്തപ്പെട്ട പാപവും അതിനുള്ള ശിക്ഷയും ഏറ്റവും കഠിനമായിരുന്നു. കാരണം അവന്റെ മേൽ ചുമത്തപ്പെട്ട പാപം അവന്റെ പാപമല്ലായിരുന്നു, ഇന്ന് രാത്രിയിൽ നമ്മുടെ പാപമായിരുന്നു. പ്രൈസ് ദി ലോർഡ്.
നമ്മുടെ പാപം, മാനവകുലത്തിന്റെ പാപം അത് ഏറ്റവും കഠിന പാപമായിരുന്നു. ഈ പാപം അവന്റെ മേൽ ചുമത്തപ്പെട്ടത് കൊണ്ട് അവൻ സഹിക്കേണ്ടി വന്ന ശിക്ഷ ഏറ്റവും കഠിനമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ തന്റെ ജീവനെ പൂർണ്ണമായി വിട്ടുകൊടുക്കുവാൻ തയ്യാറായി. അങ്ങനെ വിട്ടുകൊടുക്കുവാൻ തയ്യാറായവന്റെ പേരാണ് യേശു ക്രിസ്തു. ഒന്നുകൂടി പറഞ്ഞാൽ, മാനവകുലത്തിന് ലഭിക്കാവുന്നതിലേക്കും വെച്ച് ഏറ്റവും വലിയ സമ്മാനത്തിന്റെ പേരാ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നമുക്കൊത്തിരി സമ്മാനങ്ങൾ ലഭിച്ചവരാ. ഇന്ന് നമുക്ക് ബർത്ത്ഡേക്കും വെഡിങ് ആനിവേഴ്സറിക്കും ഒക്കെ സമ്മാനങ്ങൾ ലഭിക്കുന്നുണ്ടായിരിക്കാം. എത്രയോ സമ്മാനങ്ങൾ ലഭിച്ചവരുണ്ട്. വലിയ വലിയ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ അവരുടെ മക്കൾക്ക് കൊടുക്കുന്ന സമ്മാനം റോൾസ് റോയ്സ് കാറും വലിയ ആഡംബര കെട്ടിടങ്ങളും വീടുകളും പാലസുകളും ഒക്കെയാണ്. നമുക്ക് ലഭിക്കുന്ന സമ്മാനങ്ങൾ തുലവും ചെറിയതും വില കുറഞ്ഞതുമായിരിക്കാം. എന്നാലും സമ്മാനം ലഭിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ മാനവകുലത്തിന് മുഴുവനായി ലഭിച്ച ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനത്തിന്റെ പേരാ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നു, ഒരാത്മാവിന്റെ വില മുഴുലോകത്തിന്റെ വിലയേക്കാൾ വലുത്. എന്തുകൊണ്ടാണ് നമ്മുടെ ആത്മാവിന് മുഴുലോകത്തിന്റെ വിലയേക്കാൾ വിലയിടാനുള്ള കാരണം? നമുക്ക് വേണ്ടി കൊടുത്ത വില മുഴുലോകത്തേക്കാൾ വിലയുള്ളതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. എന്താ ഒരാത്മാവിന്റെ വില മുഴുലോകത്തിന്റെ വിലയേക്കാൾ വലുത്? ഒന്ന് ഓർത്തു നോക്കണമേ. ഈ ഭൂമിക്ക് ആർക്കെങ്കിലും വിലയിടാൻ പറ്റുമോ? ഇന്ന് വരെ ഒരൊറ്റ എക്കണോമിസ്റ്റും ഈ ഭൂമിക്ക് വിലയിട്ടിട്ടില്ല. ഒരു എക്കണോമിസ്റ്റിനും ഈ ഭൂമിക്ക് വിലയിടാൻ പറ്റത്തില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഒരു പഞ്ചായത്തിന് പോലും വിലയിടുവാൻ ഒരു എക്കണോമിസ്റ്റിനെ കൊണ്ട് കഴിയത്തില്ല. കാരണം പഞ്ചായത്തിൽ തന്നെ വിലകൾ വേരി ചെയ്ത് നിൽക്കും. വാർത്ത വീട്, വാർക്കാത്ത വീട്, റോഡ് സൈഡിലുള്ള വസ്തു, റോഡ് സൈഡിൽ അല്ലാത്തത് എന്ന് പറഞ്ഞ് വിവിധ കാറ്റഗറിയിൽ കിടക്കുന്ന വസ്തുക്കൾക്കെല്ലാം കൂടി ലഭിക്കുന്ന വിലയിടുവാൻ ഒരു എക്കണോമിസ്റ്റിനും കഴിയത്തില്ല. അതിലും കൗതുകം, ഈ ഭൂമിയിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു അമേരിക്കയിലല്ല, ഫ്രാൻസിലോ ജപ്പാനിലോ അല്ല. ഈ ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു നമ്മുടെ ഇന്ത്യയിലാ, ഭാരതത്തിലാ. നിങ്ങൾ അത്ഭുതപ്പെടുമായിരിക്കും. ഞാൻ വിചാരിച്ചു അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു അല്ല. വില വീണിരിക്കുന്നത് ഇന്ത്യയിലാ. റിലയൻസിന്റെ ചെയർമാനൊക്കെ താമസിക്കുന്ന മുംബൈയിൽ കടൽ തീരത്തിന് ചേർന്നുള്ള ഒരു ലാൻഡ് ഉണ്ട്. ആ ലാൻഡിന്, ആ ഭൂമിയിൽ ഏറ്റവും അധികം വില വീണിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും അധികം വില വീണ ലാൻഡ് ഉണ്ടെങ്കിൽ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജപ്പാനും തുടങ്ങിയുള്ള പേർഷ്യൻ രാജ്യങ്ങളും, എണ്ണകൾ കുമിഞ്ഞ് മണ്ണിനടിയിലിരിക്കുന്ന പേർഷ്യൻ രാജ്യങ്ങളും ഒക്കെ ഒത്തുചേർന്നാൽ ആർക്ക് വിലയിടുവാൻ പറ്റും? ആർക്ക് വിലയിടുവാൻ പറ്റും? ഇന്ന് രാത്രിയിൽ സ്വർഗം നമുക്കിട്ടിരിക്കുന്ന വില മുഴുലോകത്തിന്റെ വിലയേക്കാൾ വലുതാ. മുഴുലോകത്തിന്റെ വിലയേക്കാൾ വലുതാ. അത് വിളിച്ചറിയിക്കുന്ന ഒരു സത്യം. കൊടുത്ത വിലയ്ക്ക് കണക്ക് പറയുവാൻ ആർക്കും കഴിയാത്ത വിധത്തിൽ ചങ്കിലെ ചോര കൊണ്ട് മാനവകുലത്തെ അവൻ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ, ലോകത്ത് നമ്മൾ വെറുക്കപ്പെട്ടവരാണെങ്കിലും, സുഹൃത്തുക്കൾ നമ്മളെ തള്ളിയാലും, ബന്ധുക്കൾ നമ്മളെ പരിഹസിച്ചാലും, അറിവുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തിയാലും, ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവിന് നമ്മൾ വിലയേറിയവരാ. നമ്മുടെ കർത്താവിന് നമ്മൾ വിലയേറിയവരാ. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി തന്റെ ശക്തിയുടെ വല്ലഭത്വം അയച്ച് ചില അത്ഭുത രോഗങ്ങൾ സൗഖ്യമാക്കുന്ന, ചില പ്രതിസന്ധികളിൽ സ്വർഗം അത്ഭുതം ചെയ്യുന്ന രാത്രിയായി തീരട്ടെ. വിശ്വസിച്ച് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ക്രൂശിന്റെ ശക്തി ചിലരെ സൗഖ്യമാക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ടെലിമാക്കസ് എന്ന് പറയുന്ന ഒരു തത്വജ്ഞാനി റോമിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം ഒരു ദിവസം റോഡിൽ കൂടി നടക്കുമ്പോൾ ഒരു സ്റ്റേഡിയത്തിൽ ഭയങ്കര ബഹളം. അദ്ദേഹം ചാടി എന്താണെന്നറിയാൻ സ്റ്റേഡിയത്തിൽ കയറി. അദ്ദേഹം അവിടെ കണ്ട കാഴ്ച, മനുഷ്യർ തമ്മിൽ വെട്ടിമരിക്കുക. അതിനെ വിളിക്കുന്ന പേര് ഗ്ലാഡിയേറ്റർ ഫൈറ്റ് എന്നാ. ഗ്ലാഡിയേറ്റർ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ പിടിക്കപ്പെടുന്ന രാജ്യത്തിലെ സൈന്യത്തെ ഒരുമിച്ച് നിർത്തിയിട്ട് അവർ തമ്മിൽ യുദ്ധം ചെയ്യണം. റോമിലെ ചക്രവർത്തി ഉൾപ്പെടെയുള്ളവർ സ്റ്റേഡിയത്തിൽ കാണും. ഒരേ രാജ്യത്തിലെ സൈന്യം. ടെലിമാക്കസിന് മനസ്സിലായി ഇത് പൈശാചികത്വമാണ്. കാരണം അപ്പൻ മകനെ കൊല്ലുന്നു, മകൻ അപ്പനെ വെട്ടുന്നു, ചേട്ടൻ അനിയനെ ഓടിച്ചിട്ട് കൊല്ലുന്നു. സഹോദരങ്ങൾ, ഒരേ രാജ്യത്തിലെ സൈന്യമല്ലേ, അതിനകത്ത് സഹോദരങ്ങളുണ്ട്, അപ്പനും മകനുമുണ്ട്, ചേട്ടനും അനിയനുമുണ്ട്. ടെലിമാക്കസിന് സഹിച്ചില്ല. അദ്ദേഹം ഗാലറിയിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്ക് ചാടിയിറങ്ങി.
രണ്ടു വശത്തേക്കും കൈ ഉയർത്തിക്കൊണ്ട് ടെലിമാക്കസ് അലറി പറഞ്ഞു, അയ്യോ നിങ്ങൾ ചെയ്യരുതേ, നിങ്ങൾ വെട്ടരുതേ, നിങ്ങൾ കൊല്ലരുതേ, നിങ്ങൾ സ്വന്തക്കാരല്ലേ, ചേട്ടനും അനിയനുമല്ലേ, അപ്പനും മകനുമല്ലേ, അമ്മാച്ചനും അനന്തരവനുമല്ലേ. ടെലിമാക്കസ് അലറി. പെട്ടെന്ന് ഈ വെട്ടുന്നവർക്ക് ബോധോദയം ഉണ്ടായി. അവർ ആയുധം താഴെയിട്ടു. കാരണം തന്റെ മുന്നിൽ മകൻ വാളോങ്ങി നിൽക്കുന്നത് സ്വന്തം അപ്പന്റെ കഴുത്തിന് നേരെയാ. അവർ എല്ലാവരും പതറി, അയ്യോ, അവർ അലറിക്കരയാൻ തുടങ്ങി. ഗാലറിയിൽ ഇരുന്ന ചക്രവർത്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം അടുത്തു നിന്ന് അംഗരക്ഷകനോട് പറഞ്ഞു, നീ പോയി ആ രക്ഷംകൊല്ലിയെ വെട്ടിക്കൊന്നേക്കാൻ പറഞ്ഞു. ടെലിമാക്കസ് വെട്ടിക്കൊന്നേക്കാൻ പറഞ്ഞു. കേട്ടപാടി കേൾക്കാത്ത പാതി അംഗരക്ഷകൻ സ്റ്റേജിൽ ഗാലറിയിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ചാടിയിറങ്ങി. തന്റെ ഉറയിലിരുന്ന ആയുധമെടുത്ത് ടെലിമാക്കസ് എന്ന് പറയുന്ന പ്രായമുള്ള വയോധികനായ ഫിലോസഫറെ ഒറ്റ വെട്ടിന് അവിടെ വെട്ടിക്കൊന്നു. ജനം എല്ലാം സ്തബ്ധരായി. റോമിൽ ഈ വാർത്ത പരന്നു. യുവാക്കന്മാർ ഇളകി. ഫിലോസഫേഴ്സിന് ഒത്തിരി അനുയായികളുണ്ട്. ടെലിമാക്കസ് എല്ലാവർക്കും പ്രിയങ്കനായ ഒരു ഫിലോസഫർ ആയിരുന്നു. പട്ടണം ഇളകി. തെരുവുകളിൽ പ്രക്ഷോഭം ആരംഭിച്ചു. വല്ലാത്തൊരു അന്തരീക്ഷം. പട്ടാളത്തിന് അമർച്ച ചെയ്യാൻ വയ്യ. കാരണം ടെലിമാക്കസിനെ ചക്രവർത്തി കൊല്ലിച്ചതുകൊണ്ട് ചക്രവർത്തിക്കെതിരെയുള്ള പ്രക്ഷോഭം റോമിൽ ശക്തമായി. പട്ടാളത്തിന് നിയന്ത്രിക്കുവാൻ കഴിയാതെ വന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ചക്രവർത്തി പരതിയപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തി എന്ന് ചക്രവർത്തിയോട് പറഞ്ഞു, ഒരൊറ്റ മാർഗമേ ഉള്ളൂ, നീ ഗ്ലാഡിയേറ്റർ ഫൈറ്റ് ബാൻ ചെയ്തേക്ക്, നിരോധിച്ചേക്ക്. ഇനി മേലാൽ നമ്മുടെ രാജ്യത്തിൽ ഗ്ലാഡിയേറ്റർ ഫൈറ്റ് ഉണ്ടാകത്തില്ലെന്ന് പ്രഖ്യാപിച്ചേക്കാൻ പറഞ്ഞു. ചക്രവർത്തിക്ക് നല്ലൊരു ആശയമായി തോന്നി. അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇനി മേലാൽ ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ എൻ്റെ രാജ്യത്ത് നടത്തത്തില്ല. വിപ്ലവങ്ങൾ പിടിച്ചതുപോലെ നിന്നു, ബ്രേക്ക് ഇട്ടതുപോലെ നിന്നു. യുവാക്കന്മാർ വീടുകളിലേക്ക് മടങ്ങി. കാരണം അവർ ആഗ്രഹിച്ചത് സാധിച്ചു. ഇനി മേലാൽ ഇങ്ങനെയുള്ള നിരപരാധികൾ തമ്മിൽ വെട്ടി ചാകരുത്. അവിടെ അതാ സംഭവിച്ചത്. ടെലിമാക്കസിനെ കുറിച്ച് പിന്നത്തേതിൽ ഒരു ചരിത്രകാരൻ ഒരു ചരിത്രം എഴുതിയപ്പോൾ അതിനകത്ത് എഴുതിയ ഒരു വാചകം പറയാനാ ഞാൻ ഈ സംഭവം പറഞ്ഞത്. ആ ചരിത്രകാരൻ ടെലിമാക്കസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഹിസ് ഡെത്ത് വാസ് മോർ യൂസ്ഫുൾ ടു മാൻകൈൻഡ് ദാൻ ഹിസ് ലൈഫ്. അവന്റെ ജീവനേക്കാൾ ശ്രേഷ്ഠം അവന്റെ മരണമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. രാത്രി ഇവിടെ വന്നിരിക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ 33.5 വർഷം ജീവിച്ചിരുന്നു. നല്ല കാര്യങ്ങൾ ഒത്തിരി ചെയ്തുവെങ്കിലും എൻ്റെ വീണ്ടെടുപ്പ്, നമ്മുടെ വീണ്ടെടുപ്പ് സംഭവിച്ചത് കാൽവറിയിൽ അവൻ പരമയാഗമായി തീർന്നതിലൂടെയാ. നമ്മളത് മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. അവൻ കൊടുത്ത വിലയുടെ ആഴം അളക്കുവാൻ ഇന്നുവരെ ആർക്കും കഴിയത്തില്ല. ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ, ഈ ഭൂമിയിലെ സകല സ്വർണ്ണ കട്ടികളും ഇന്ന് രാത്രി അടുക്കി വെച്ചാലും അവൻ നമുക്ക് വേണ്ടി കൊടുത്ത രക്തത്തുള്ളികളുടെ വിലയ്ക്ക് തുല്യമായി തീരത്തില്ല. വിശ്വസിക്കുന്നവരൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി എൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ടെന്ന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ചില രോഗങ്ങൾ ഞാൻ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുക. ഇതൊരു സാധാരണ ദിവസമല്ല. പരിശുദ്ധാത്മാവ് ചിലരെ സൗഖ്യമാക്കുന്ന രാത്രിയായി തീരട്ടെ. ചിലരെ തലോടുന്ന, ചിലരെ ബലപ്പെടുത്തുന്ന, ചിലരെ ചേർത്ത് നിർത്തുന്ന രാത്രിയായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് മനുഷ്യൻ ഏറ്റവും അധികം ദാഹിക്കുന്നത് സ്നേഹത്തിന് വേണ്ടിയാ, സ്നേഹത്തിന് വേണ്ടിയാ. നമ്മളത് മനസ്സിലാക്കണം. ഇന്ന് സ്നേഹം വറ്റിപ്പോയി, സ്നേഹത്തിന്റെ ഉറവകൾ നിന്നുപോയി. ഒരു നഴ്സറി സ്കൂളിൽ ഞാൻ ഈ സംഭവങ്ങൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തികട്ടി വരുന്നു. ഞാൻ പറയുന്നതിൻ്റെ ആധികാരികത ഉറപ്പിക്കുവാൻ. നഴ്സറി സ്കൂളിൽ ചെന്ന ഒരു കുഞ്ഞിനോട് ആ ടീച്ചർ പറഞ്ഞു, നാളെ വീടിന്റെ പടം വരച്ചോണ്ട് വരണം, വീട്ടിലുള്ളതൊക്കെ വരച്ചോണ്ട് വരണം, വീട്ടിലുള്ളതെല്ലാം വരച്ചോണ്ട് വരണം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെല്ലാം സന്തോഷത്തോടെ മടങ്ങി. പിറ്റേ ദിവസം വീടിന്റെ പടവുമായി കുഞ്ഞുങ്ങളെല്ലാം ക്ലാസ്സിലെത്തി. ടീച്ചർ ഓരോരുത്തരുടെയും പടം മേടിച്ചു നോക്കി. എല്ലാവർക്കും മാർക്ക് ഇട്ടു. വളരെ ഭംഗിയായി പടം വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം ടീച്ചറിന്റെ കണ്ണിൽ ഉടക്കി. ടീച്ചർ ആ പടം നോക്കി അവളെ ഒത്തിരി അഭിനന്ദിച്ചു. വളരെ ബ്യൂട്ടിഫുൾ, ഏറ്റവും മികച്ച ചിത്രം. എന്നിട്ട് ആ കുഞ്ഞിനോട് ടീച്ചർ പറഞ്ഞു, നാളെ വരുമ്പോൾ മോടെ ഡാഡിയും കൂടി ഒന്ന് വിളിച്ചോണ്ട് വരണം, സ്കൂളിൽ വരുമ്പോൾ മോടെ ഡാഡിയും കൂടി ഒന്ന് വിളിച്ചോണ്ട് വരണം. ടീച്ചർ പറഞ്ഞ കുഞ്ഞിന് ഒത്തിരി സന്തോഷമായി. ഡാഡിയോടും ടീച്ചർ പറയും, മോള് മിടുക്കിയ, നാളെ ഒരു എക്സ്ട്രാ ചോക്ലേറ്റ് ഒക്കെ ഡാഡിയോട് ചോദിക്കണം, കിട്ടുമെന്നൊക്കെ അവൾക്ക് സന്തോഷമായി. പിറ്റേ ദിവസം അവൾ അവളുടെ പിതാവുമായി വന്നു. ടീച്ചർ പിതാവിനെ വ്യക്തിപരമായി വിളിപ്പിച്ചു. പിതാവിനോട് ടീച്ചർ സംസാരിക്കുന്നു, നിങ്ങളുടെ മകൾ ഞങ്ങൾ ഉദ്ദേശിച്ചതിലും മിടുക്കിയാണ്. ഞാനൊരു ചിത്രം വരയ്ക്കുവാൻ പറഞ്ഞു. എല്ലാവരെക്കാളും ഭംഗിയായി ഇവൾ വരച്ചു. ഇവൾ വരച്ച കൂട്ടത്തിൽ നിങ്ങളുടെ വീട്ടിലുള്ള പലരെയും വരച്ചു. അവളുടെ അമ്മയെ അവൾ വരച്ചിട്ടുണ്ട്, അവളുടെ സഹോദരങ്ങളെ, മൂത്ത സഹോദരങ്ങളെ ഒക്കെ അവൾ വരച്ചിട്ടുണ്ട്. വീട്ടിലുള്ള പട്ടിയെ അവൾ വരച്ചിട്ടുണ്ട്. നിങ്ങളുടെ മുറ്റത്തുള്ള പക്ഷികളെ അവൾ വരച്ചിട്ടുണ്ട്. എല്ലാം വരച്ചിട്ടുണ്ട്. പക്ഷേ വളരെ ഗൗരവമുള്ളൊരു വിഷയം,
ഈ വരയിൽ, ഈ ചിത്രത്തിൽ മിസ്സിംഗ് ആ ചിത്രം നിങ്ങളുടെ പടമാ. നിങ്ങളുടെ പടം ഈ വീടിനകത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ചിത്രം ഈ വീടിനകത്തില്ല. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. നിങ്ങൾ ഒരു അപ്പനാണെന്നുള്ളതിന്റെ പരിഗണനയും സ്നേഹവും കരുതലും ഇതുവരെ നിങ്ങളുടെ മകൾ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് വീടിന്റെ ചിത്രത്തിൽ അവളുടെ മനസ്സിൽ നിങ്ങളുടെ പടമില്ല. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിമതിയായിരുന്നു ടീച്ചർ. അവളെ കണ്ടുപിടിച്ച കണ്ടുപിടുത്തം ശ്രേഷ്ഠമായിരുന്നു. മകളെ നല്ല മാർക്ക് കിട്ടിയെന്ന് പറയുന്നത് കേൾക്കാൻ വന്ന പിതാവ് നിറകണ്ണുകളോടെയാ ആ ക്ലാസ്സിൽ ടീച്ചറിന്റെ മുന്നിൽ നിന്ന് മടങ്ങിയത്. തൻ്റെ തിരക്കിലും തൻ്റെ ഓട്ടത്തിലും തൻ്റെ വെട്ടിപ്പിടിക്കാനുള്ള മോഹത്തിലും തൻ്റെ വീട്ടിലുള്ളവരെ സ്നേഹം എന്തെന്നറിയാതെ സ്നേഹിക്കാതെ ഓടിക്കൊണ്ടിരുന്ന ഒരു യൗവനക്കാരൻ്റെ മടങ്ങി വരവായിരുന്നു ആ ക്ലാസ് ടീച്ചറിന്റെ മുന്നിൽ സംഭവിച്ചത്. സ്നേഹം ഇന്ന് വറ്റി വരണ്ടുണങ്ങിയ ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എത്തപ്പെട്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഇവിടെ മനുഷ്യരിന്ന് സ്നേഹിക്കുവാൻ അറിയുന്നില്ല. എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു സംഭവം അടുത്ത സമയത്ത് അരങ്ങേറിയ ഒരു ദാരുണ സംഭവമാണ്. ഒരു തോട്ടം തൊഴിലാളിയുടെ മകൻ കോട്ടയത്തിന് അടുത്തുള്ള ഒരു പോളിടെക്നിക് കോളേജിൽ പഠിക്കാൻ വേണ്ടി പോയ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ മനസ്സിനെ ഒത്തിരി വേദനിപ്പിച്ചു. ആ ദിവസം ഒരു വെള്ളിയാഴ്ച രാവിലെ വന്ന മലയാള മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വായിച്ചിട്ട് അക്ഷരാർത്ഥത്തിൽ ആ പത്രത്തിന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ വ്യക്തിയാണ് ഞാൻ. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ കണ്ണിൽ നിന്നൊഴുകിയ കണ്ണുനീർ തുള്ളികൾ ആ പത്രത്തിന്റെ വാർത്തയിൽ വീണു. നടന്ന സംഭവം എന്താണെന്നറിയാമോ? ഒരു തോട്ടം തൊഴിലാളി തൻ്റെ മകനെ ഒരു നേഴ്സാക്കി എവിടെയെങ്കിലും വിട്ട് തങ്ങളുടെ ഗതികേടൊന്ന് മാറ്റാമെന്ന് വിചാരിച്ച് പഠിക്കുവാൻ വേണ്ടി നേഴ്സിംഗ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു ഗവൺമെന്റ് കോളേജിലേക്ക് വിട്ടതാ. ഇവന്റെ ചുറ്റും ഇവന്റെ സഹപാഠികൾ വളഞ്ഞു, ഇവന്റെ സീനിയേഴ്സ് വളഞ്ഞു. ഒരു ദിവസം ഇവന്റെ മുറിയിൽ ഇവർ ഇരച്ചു കയറി ഇവരെ രണ്ട് കൈകളും കട്ടിലിന്റെ കാസിയിലും കാല് താഴെയും അവർ കെട്ടിയിട്ടു. എന്നിട്ട് പഠിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോമ്പസും ഡിവൈഡറും ഇവർ കയ്യിലെടുത്തു. 50-ലധികം സുഷിരങ്ങൾ, ഈ 16, 17, 18 അല്ല 18 അത്രയും കാണും പ്രായമുള്ള ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ അവരിട്ടു. കോമ്പസ് വെച്ചും ഡിവൈഡർ വെച്ചും 50-ലധികം സുഷിരങ്ങൾ അവന്റെ ശരീരത്തിൽ അവർ സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവർ ചെയ്ത പ്രവൃത്തി കേൾക്കണമോ? മാരക വിഷങ്ങളായ ഫെവിക്വിക്കും ഫെവിക്കോളും കൊണ്ട് ഈ സുഷിരങ്ങൾ അവർ നിറച്ചു, ഓട്ടെ അടച്ചു. വേദന കൊണ്ട് ഇവൻ അലറിക്കരഞ്ഞപ്പോൾ ടോയ്ലറ്റ് കഴുകാൻ വെച്ചിരിക്കുന്ന ഹാർപ്പിക്ക് തുടങ്ങിയുള്ള മാരക വിഷം കൊണ്ട് ഇവന്റെ വായിൽ ഇവർ ഒഴിച്ച് നിറച്ചു. വേദന കൊണ്ട് ഇവന്റെ കണ്ണ് തള്ളിയപ്പോൾ കണ്ണിനകത്തും ഈ മാരക വിഷം ഇവർ ഒഴിച്ച് നിറച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവൻ പറയുന്ന ഒരു വാചകത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടു. സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയാ, ചേട്ടാ നിർത്തൂ, മതിയാകുന്നു, വേദന എനിക്ക് സഹിക്കാൻ വയ്യ, നിങ്ങളൊന്ന് നിർത്താമോ എന്നുള്ള കൈ ബന്ധിക്കപ്പെട്ട് കാല് ബന്ധിക്കപ്പെട്ട് ശരീരം മുഴുവൻ പിച്ചി ചിന്തുന്ന കോട്ടയം പട്ടണത്തിലെ ഒരു കോളേജിന്റെ ഹോസ്റ്റൽ മുറിയിൽ നടന്ന നരാധമന്മാരുടെ കിരാത വാഴ്ച സഹിക്കുവാൻ മനുഷ്യ മനസ്സിന് ത്രാണിയില്ല. പക്ഷെ അവർ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. വീഡിയോ അവർ എടുത്തു. വീഡിയോ എടുത്ത് എന്തിനാണെന്നറിയാമോ? നാളെയും ഇതുപോലെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഒരു ചെറുക്കന്റെ മുന്നിൽ അവർ വന്നിട്ട് അവർ ചോദിക്കും, പണം താ, ഞങ്ങൾക്ക് മയക്കുമരുന്ന് വേണം, ഞങ്ങളുടെ ആവശ്യത്തിന് പണം വേണം. അപ്പനും അമ്മയും അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഹോസ്റ്റൽ ഫീസ് കൊടുക്കുവാനും കോളേജ് ഫീസ് കൊടുക്കുവാനും ഹോസ്റ്റലിലെ ഭക്ഷണം അടുക്കുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കുവാനും പേനയോ പെൻസിലോ ഉപകരണങ്ങളോ വാങ്ങിക്കുവാൻ ഛർദ്ദിച്ചു വെച്ച് അപ്പനും അമ്മയും കൊടുത്തു വിടുന്ന പണം ഇവർ കൈക്കലാക്കും. ഇവർ മയക്കുമരുന്നിന് വേണ്ടി ഓടും. ഇതായിരുന്നു ഇവരുടെ രീതി. ആരെങ്കിലും മയക്കുമരുന്നിന് പണം കൊടുക്കാതെ വരുമ്പോൾ ഈ വീഡിയോ അവരെ അങ്ങോട്ട് കാണിക്കും. വീഡിയോ കാണിക്കുമ്പോൾ ചങ്ക് തകർന്നു പോകുന്ന പിള്ളേര് ഞങ്ങൾക്ക് വരുന്ന ദുർഗതി ഇതാണല്ലോ എന്നോർത്ത് ഇല്ലാത്ത പൈസയും കയ്യിൽ നിന്ന് സംഭരിച്ച് ഈ കിരാതന്മാർക്ക് കൊടുക്കും. അവർ അത് മയക്കുമരുന്ന് കഴിച്ചിട്ട് നാളെ അടുത്ത നരവേട്ട നടത്തും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ പോലും നമ്മുടെ മണ്ണിൽ നടമാടുമ്പോൾ സ്നേഹം എന്നുള്ളത് വറ്റിപ്പോയി. മണ്ണിൽ സ്നേഹിക്കുക മാത്രമല്ല, സ്നേഹത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ തന്റെ സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി വലിച്ചെറിഞ്ഞ് നമ്മളെ വീണ്ടെടുത്ത സ്നേഹത്തിന്റെ ആഴമോർക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ എങ്ങനെ സ്തോത്രം പറയാതിരിക്കുവാൻ കഴിയും? ഉള്ളം തുറന്ന് എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ, ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന് മാത്രമുള്ളൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? യാതൊരു ഉപാധികളുമില്ലാതെ അവൻ നമ്മളെ സ്നേഹിച്ചു. യാതൊരു ഉപാധികളും. എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ അപ്പനെയും അമ്മയും സ്നേഹിക്കുന്നത്? ഉപാധി ക്ലോസ് നമ്മുടെ അപ്പനും അമ്മയുമാ. എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നു? ക്ലോസ് നമ്മുടെ മക്കളാ. എന്തുകൊണ്ട് നമ്മുടെ സഭയിൽ ഉള്ള കൂട്ടുവിശ്വാസി നമ്മുടെ കൂട്ടുവിശ്വാസി. എന്തുകൊണ്ട് നമ്മുടെ ജ്യേഷ്ഠനെ അനുജനെ നമ്മുടെ ജ്യേഷ്ഠൻ നമ്മുടെ അനുജൻ. എന്തുകൊണ്ട് ഭാര്യ ഭർത്താവിനെ എൻ്റെ ഭർത്താവ്
ഭർത്താവ്. എന്തുകൊണ്ട് ഭർത്താവ് ഭാര്യയെ എൻ്റെ ഭാര്യ? ഇവിടെയുള്ള സകല സ്നേഹങ്ങളും ക്ലോസ് വെച്ച് മാത്രമുള്ളപ്പോൾ യാതൊരു ഉപാധിയും നോക്കാതെ ഇന്ന് രാത്രി ഞാൻ ഉള്ളു തുറന്ന് പറയുക, കുടുംബ മഹിമ നോക്കിയിരുന്നെങ്കിൽ നമ്മളിൽ എത്ര പേർക്ക് യോഗ്യതയുണ്ട്? ദാവീദിന്റെ സന്തതിയായി ബേത്ലഹേമിൽ ജനിച്ചു വളർത്തപ്പെട്ട യേശുക്രിസ്തുവിന്റെ കുടുംബ മഹിമയ്ക്ക് തുല്യമായി ഇവിടെ ആർക്ക് ഉയർത്തി പറയാനുണ്ട്? വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത നോക്കിയാൽ ഇവിടെ ആരാണ് തുല്യരായിട്ടുള്ളത്? ഇവിടെ ഉള്ളതൊന്നും തുല്യമല്ല പ്രിയമുള്ളവരെ. കുടുംബ മഹിമ നോക്കിയാൽ നമ്മൾ വട്ടപൂജ്യമാ. അറിവ് നോക്കിയാൽ നമ്മൾ വട്ടപൂജ്യമാ. ശ്രേഷ്ഠത നോക്കിയാൽ നമ്മൾ വട്ടപൂജ്യമാ. സമ്പത്ത് നോക്കിയാൽ നമ്മൾ വട്ടപൂജ്യമാ. എന്നാൽ പല മിടുക്കന്മാരെയും വേണ്ടെന്ന് വെച്ചിട്ട് സാധുക്കളും ഏഴകളുമാകുന്ന നമ്മളെ തേടി വന്ന് മാറോട് ചേർത്ത് നിർത്തി ആശ്ലേഷിച്ച് ഇന്ന് രാത്രിയിലും നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ അരികിൽ വന്ന് നിന്ന് നമ്മളെ ശക്തീകരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴമോർത്താൻ ചേർന്ന് അല്പസമയം എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആഴം കൊണ്ട് നമ്മുടെ ഉള്ളം നിറയുന്ന രാത്രിയായി തീരട്ടെ. ഹല്ലേലൂയ. അതിനുവേണ്ടി യേശു സഹിച്ച മരണത്തിന്റെ പേരാണ് ശാപമരണം. നമുക്കെല്ലാവർക്കും അറിയാം, യേശു വഹിച്ച മരണത്തെ ശാപമരണം എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് ശപിക്കപ്പെട്ട മരണമായിരുന്നു. നമ്പർ 1 ക്രിമിനൽസിന് വേണ്ടി മാത്രമുള്ള മരണമായ യേശുവിന്റെ മരണം. നമ്പർ 1 ക്രിമിനൽസിന് മാത്രമേ ക്രൂശീകരണം കൊടുക്കത്തുള്ളൂ. യേശു ക്രിസ്തുവിനെ ഇച്ചിരി ആക്ഷേപിക്കുവാൻ അവന്റെ 2 വശങ്ങളിൽ 2 കള്ളന്മാരെ ക്രൂശിച്ചു. ഒന്ന് ശ്രദ്ധിക്കണമേ, 2 വശങ്ങളിൽ 2 കള്ളന്മാരെ. എന്തിനാ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം? ഈ കള്ളന്മാരെ പോലെ തുല്യനാണ് നടുക്ക് കിടക്കുന്നവൻ, അതല്ലാതെ മറ്റൊന്നുമില്ല. പക്ഷെ ലോകം അവനെ പരിഹസിക്കുവാൻ വേണ്ടി ഇടത്തും വലത്തും 2 കള്ളന്മാരെ തൂക്കിയെങ്കിലും ദൈവിക പദ്ധതിയിൽ അവിടെയും ഒരു രക്ഷാ നിർണയം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച ഒരു വസ്തുത, ഒരു വശത്ത് കിടക്കുന്ന കള്ളൻ അവന്റെ മുറിവുകൾ മാത്രം കണ്ടിട്ട് കൂട്ടുകാരനോട് പറഞ്ഞു, ഇവനാണോടാ ലോകത്തെ രക്ഷിക്കാൻ വന്നത്? ഒരു വശത്ത് കിടക്കുന്ന കള്ളൻ ഒഴുകുന്ന രക്തത്തിന്റെ അളവ് നോക്കിയിട്ട് പറഞ്ഞു, എടാ സ്വയം ശരീരത്തെ രക്ഷിക്കാൻ കഴിയാത്തവനാണോടാ മറ്റവനോട് പറയുക നമ്മളെ രക്ഷിക്കുന്നത്? അപ്പോൾ അപ്പുറത്ത് കിടക്കുന്നവൻ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്, അത് യേശുവിന് അനുകൂലമായിട്ടാ. അപ്പോൾ മറ്റേ കള്ളൻ പറയടാ മിണ്ടാതിരിടാ, സ്വയം രക്ഷിക്കാൻ ഇവന് പറ്റുന്നില്ല, ഇവന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഇവന് കഴിവുണ്ടെങ്കിൽ ഇവൻ ഇങ്ങനെ നിർദ്ദയനായി കിടക്കണോ, വസ്ത്രാക്ഷേപിതനായി കിടക്കണോ, അമ്മ നെയ്തു കൊടുത്ത് അങ്കി പങ്കിടുക, ഇവനെ അത് കണ്ടോണ്ടിരിക്കണോ? ഇവന് സ്വയം രക്ഷിക്കാൻ കഴിവുണ്ടെങ്കിൽ ഇവരിങ്ങനെ കിടക്കേണ്ടവനല്ല. ഇപ്പൊ ഒരു വശത്ത് കിടന്ന കള്ളൻ ആ മുറിവുകളിൽ കൂടി ഒരു ഗുണവുമില്ലാത്ത, ആരെയും രക്ഷിക്കാൻ കഴിയാത്ത, വെറുതെ ജീവൻ കൊടുത്ത യേശുവിനെ കണ്ടപ്പോൾ അപ്പുറത്ത് കിടന്ന കള്ളൻ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലെ മുറിപ്പാടുകൾ അവൻ കണ്ടപ്പോൾ അവൻ കണ്ട കാഴ്ച മറ്റൊരു കാഴ്ചയാ. ഇത് കേവലം ഒരു മുറിപ്പാടല്ല, എന്നെ വീണ്ടെടുപ്പാൻ വേണ്ടി ലോകത്തിന്റെ രക്ഷകൻ സഹിച്ച വേദനകളാ. പ്രസംഗങ്ങൾ ഒരുപക്ഷെ എവിടെയെങ്കിലും അവൻ കേട്ടിട്ടുണ്ടായിരിക്കാം. ആരോ യേശുവിന്റെ പ്രസംഗം അവൻ കേട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള വാർത്തകൾ അവൻ കേട്ടിട്ടുണ്ടായിരിക്കാം. പ്രമുഖരെ കള്ളന്മാർ ദേശത്ത് വിലസുന്നവരാണല്ലോ. എവിടെയെങ്കിലോ വെച്ച് യേശുവിനെ കുറിച്ച് ഒരു അറിവ് അവൻ ഉണ്ടായിരിക്കാം. ഒരു കള്ളൻ മിണ്ടാതിരിയടാ, ഇവനോടാണോടാ പ്രാർത്ഥിക്കുന്നത്, ഇവൻ ദൈവമല്ലടാ എന്ന് പറഞ്ഞ് മറ്റവനെ ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ അപ്പുറത്ത് കിടന്ന കള്ളൻ അവന്റെ രക്ഷ യേശുവിൽ കൂടി കണ്ടുകൊണ്ട് ചോദിച്ച ചോദ്യം നമുക്കെല്ലാവർക്കും അറിയാം. എന്താ? നീ രാജാവാണെങ്കിൽ എന്നെയും കൂടി ഒന്ന് ഓർക്കണമേ. പ്രൈസ് ദി ലോർഡ്. എന്നെയും കൂടി ഒന്ന് ഓർക്കണമേ. യേശു ക്രിസ്തുവിന്റെ പ്രതികരണം എന്താ? ഇന്ന് നീ എന്നോടുകൂടെ പരദൈസയിലിരിക്കും. പാരഡൈസ് എന്നൊരു പദമാ യേശു അവിടെ ഉപയോഗിച്ചത്. യേശു ഉപയോഗിച്ച പദം പാരഡൈസ് എന്നൊരു പദമാ. ആ പദം ഒരു പേർഷ്യൻ വേർഡാ, ഗ്രീക്ക് വേർഡല്ല, എബ്രായ പദമല്ല, ലാറ്റിൻ ലാംഗ്വേജ് അല്ല, ഒരു പേർഷ്യൻ പദമാണ് പാരഡൈസ് എന്നുള്ള പദം. പേർഷ്യയിലെ സുൽത്താൻമാർ അവർക്ക് ഇഷ്ടമുള്ള ഒരു കൊട്ടാരം പണിയും. ഒത്തിരി കൊട്ടാരങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരൊറ്റ കൊട്ടാരമേ ഉള്ളൂ. ഈ കൊട്ടാരം ഇവർ പണിയും. ആ കൊട്ടാരം പണിയുന്ന സമയത്ത് തന്നെ ഈ കൊട്ടാരത്തോട് ചേർന്ന് ഒരു ഗാർഡനും അവർ വെച്ച് പിടിപ്പിക്കും. ഈ ഗാർഡന്റെ പ്രത്യേകത, ലോകത്തിൽ എവിടെയെല്ലാം ഉള്ള വിലപിടിപ്പുള്ള സകല പുഷ്പങ്ങളും അവിടെ കൊണ്ടുവരും. എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും സുൽത്താൻ അത് അവിടെ കൊണ്ടുവരും, അത് വെച്ച് പിടിപ്പിക്കും. പച്ചപ്പ് കൊണ്ട് ഈ പാരഡൈസ് അങ്ങ് നിറയും. കൊട്ടാരത്തിന്റെ പണി തീരുമ്പോഴേക്ക് പാരഡൈസിന്റെ പണി തീരും. പ്രൈസ് ദി ലോർഡ്.
സുൽത്താൻ ഏറ്റവും പ്രിയമുള്ള കൊട്ടാരം ഇതാണ്. സുൽത്താൻ സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം ഈ തോട്ടമാണ്. ഈ തോട്ടത്തിന് സുൽത്താൻമാർ മാത്രം ഇടുന്ന പേരാ പാരഡൈസ്. പ്രൈസ് ദി ലോർഡ്. പാരഡൈസ് എന്നാണ് സുൽത്താൻ ഇതിനിടുന്ന പേര്. പ്രൈസ് ദി ലോർഡ്. അതായിരുന്നു ആ സ്ഥലം. സുൽത്താനെ കാണാൻ വേണ്ടി അതിഥികൾ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ ചില അതിഥികൾക്ക് മാത്രം, സുൽത്താന്റെ മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ, സുൽത്താൻ ആദരിക്കാൻ തീരുമാനിക്കുന്നവർ, പ്രമുഖരെന്ന് സുൽത്താന് തോന്നുന്നവർക്ക് കൊടുക്കുന്ന ഇൻവിറ്റേഷൻ ലെറ്ററിൽ സുൽത്താൻ ഒരു പദം കൂടി ചേർക്കും. ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് ഇത്ര മണിക്ക് ഞാൻ താങ്കളെ പാരഡൈസിൽ വെച്ച് കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പാരഡൈസിൽ വെച്ച് കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അറിയിപ്പ് കിട്ടിക്കഴിയുമ്പോൾ ഈ അതിഥികൾ തുള്ളിച്ചാടും. കാരണം പാരഡൈസിൽ വരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉറപ്പാണ്. ആ ഒറ്റ സ്പെഷ്യൽ ഗിഫ്റ്റ് മതി ഇവന്റെ സകല പ്രാരാബ്ദങ്ങളും ഒഴിവാക്കാൻ. സുൽത്താൻ മഹാധനികനല്ലേ? ചിലപ്പോൾ ഒരു കിഴി സ്വർണമായിരിക്കാം, അല്ലെങ്കിൽ സ്വർണ്ണ നാണയമായിരിക്കാം, അല്ലെങ്കിൽ സ്വർണ്ണ കട്ടിയായിരിക്കാം, അല്ലെങ്കിൽ സുൽത്താന്റെ അധീനതയിലുള്ള ഒരു ഭൂപ്രദേശമായിരിക്കും. പാരഡൈസിൽ ക്ഷണിക്കപ്പെടുന്നവർക്ക് കൊടുക്കുന്ന സമ്മാനം സാധാരണ മനുഷ്യന് സ്വപ്നം കാണാവുന്നതിലും അപ്പുറമാ. ആർക്കും വേണ്ടാത്ത പട്ടാളക്കാരുടെ അടികളേറ്റ്, മനുഷ്യന്റെ ശാപമേറ്റ്, പരിഹാസവും നിന്ദയും ഒറ്റപ്പെടലും സഹിച്ച് ജീവിതം മടുത്ത് അവസാനം ഗവൺമെന്റ് പിടിക്കപ്പെട്ടപ്പോൾ മർദ്ദനമേറ്റ് ജീവിതത്തെ ശപിച്ച് യേശു ക്രിസ്തുവിന്റെ കൂടെ ക്രൂശിൽ തൂങ്ങിക്കിടന്ന ആ കള്ളന്റെ ഉള്ളിൽ ആ ലാസ്റ്റ് മൊമെന്റിൽ അല്പസമയം കഴിയുമ്പോൾ മരിക്കാൻ പോകുക, ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ട് അവൻ കണ്ട യേശുവിൽ വിശ്വസിച്ചുണ്ടായ മാനസാന്തരത്തിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് പറുദീസയിൽ അവൻ ഇരിപ്പിടം ഒരുക്കാൻ കർത്താവ് മതിയായവനാണെങ്കിൽ ഇന്ന് രാത്രിയിൽ അവന്റെ പുറകെ ഇറങ്ങി തിരിച്ചവർ അവർ അബദ്ധം പറ്റിയവരല്ല. അവന്റെ പുറകെ ഇറങ്ങി തിരിച്ചവർ പരാജയപ്പെട്ടവരല്ല. അവന്റെ വചനം പ്രസംഗിക്കുന്നവർ തള്ളപ്പെട്ടവരല്ല. ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ചില ഇരുട്ടിന്റെ ശക്തികളുടെ മേൽ ജയമെടുത്തു വേണം മടങ്ങുവാൻ. രോഗമാകുന്ന ചില ഇരുട്ടിന്റെ പോരുകൾ, പ്രതിസന്ധിയാകുന്ന ചില ഇരുട്ടിന്റെ ശക്തികൾ, തലമുറകളെ വകഞ്ഞു പിടിക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികൾ, ആത്മീക മണ്ഡലത്തിൽ നമ്മുടെ തലമുറകളെ ഒതുക്കി കളഞ്ഞ ചില കിദ്രോൻ ശക്തികൾ വിശ്വസിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി കൺവെൻഷനിൽ ഈ വെസ്റ്റ് ഡിസ്ട്രിക്റ്റിലെ സഭകളിൽ ഉണ്ടാകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം, യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഒരു തോടിന്റെ പേര് നമ്മളോട് വായിക്കുന്നുണ്ട്. ആ തോടിന്റെ പേര് കിദ്രോൻ എന്ന് പേരുള്ള ഒരു തോട്. ആ തോടിന്റെ കിദ്രോൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇരുട്ട്, ഡാർക്ക്നെസ് എന്ന പേര്. എങ്ങനെയാ കിദ്രോൻ ഫേമസ് ആയത്? കിദ്രോൻ ഫേമസ് ആകാനുള്ള കാരണം യേശുവിനെയും ശിഷ്യന്മാരെയും ആ സ്ഥലത്ത് വെച്ചാണ് റോമൻ പട്ടാളം വളയുന്നത്. എല്ലാവരും ഇങ്ങോട്ട് നോക്കിയാൽ മതി. അവരവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, നിങ്ങൾ അങ്ങോട്ട് നോക്കി വെറുതെ ഇരിക്കണ്ട, ഇങ്ങോട്ട് നോക്കി ഇരുന്നാട്ടെ. കരണ്ടൊക്കെ ഉണ്ട്, ശബ്ദമുണ്ടല്ലോ. ഞാൻ വളരെ വേഗം എൻ്റെ പ്രസംഗം നിർത്താൻ പോകുകയാണ്. യേശുവിനെയും അവന്റെ ശിഷ്യന്മാരെയും റോമൻ പട്ടാളം വളഞ്ഞ സ്ഥലമാണ് കിദ്രോൻ തോട്. ഇരുണ്ട സ്ഥലമാ, ഇരുട്ടാവിടെ. അപ്പോൾ യേശുവിനെ അറിയത്തില്ല. ഈ വന്ന പടയാളികൾക്ക് യൂദയാണ് കാണിച്ചു കൊടുക്കുന്നത്. യൂദയുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ വന്ന പടയാളികൾക്ക് അങ്ങ് വെപ്രാളമായി, പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം. അപ്പോൾ ശിഷ്യന്മാർ നിൽക്കുക. അവർ അന്യോന്യം ചോദിക്കുക, ഇവനാണോ യേശു? അപ്പോൾ അവൻ യേശു അല്ലായിരുന്നു. ഇപ്പുറത്ത് നിൽക്കുന്നവനാണോ യേശു? യേശു ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ? ഇവർക്കങ്ങ് വെപ്രാളമായി യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ. കാരണം രാജ്യദ്രോഹ കുറ്റമാ. ആദ്യം അറസ്റ്റ് ചെയ്യുന്നതിന് സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ച ഇരുളടഞ്ഞ മണ്ഡലത്തിൽ ഇവരിങ്ങനെ അന്യോന്യം ചോദ്യം ചോദിക്കുമ്പോൾ അവരുടെ ഇടയിൽ നിന്ന് യേശു മുൻപോട്ട് 2 സ്റ്റെപ്പ് വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന യേശു ഞാൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ തന്നെ. എന്താ സംഭവിച്ചെന്നറിയാമോ? ഇരുളടഞ്ഞ കിദ്രോന്റെ മണ്ണിനെ, ഇരുളടഞ്ഞ കിദ്രോൻ തോടിന്റെ അരികിൽ നിന്നുകൊണ്ട് സാക്ഷാൽ വെളിച്ചമായവൻ റോമൻ പട്ടാളത്തിന്റെ മുന്നിൽ വെളിപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന യേശു ഞാൻ തന്നെ. യേശു അങ്ങനെ പറഞ്ഞപ്പോൾ ചില റോമൻ പടയാളികൾ നിലത്ത് കവിണ് വീണു. പ്രൈസ് ദി ലോർഡ്. കവിണ് വീണു. എന്താ അവർ കവിണ് വീണാനുള്ള കാരണം? അറസ്റ്റ് ചെയ്യാൻ
വിധിക്കാൻ വന്നവർ യേശുവിന്റെ മുന്നിൽ എന്തുകൊണ്ടാ കവിണ് വീണെന്നറിയാമോ? ഇത്രയ്ക്ക് തിറമുള്ള ഒരുത്തനെയും റോമൻ സാമ്രാജ്യത്തിൽ അവർ ഇന്ന് വരെ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പിടിക്കപ്പെടുവാനും അറസ്റ്റ് ചെയ്യുവാനും വരുന്ന പട്ടാളക്കാരെ കാണുമ്പോൾ എന്നെ പിടിക്കരുതേ, എന്നെ തുടരുതേ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുള്ള മണ്ണിൽ, അറസ്റ്റ് ചെയ്യുവാൻ വന്നവരുടെ മുന്നിൽ ഇരുളടഞ്ഞ മണ്ണിൽ വെളിച്ചമായി വെളിപ്പെട്ട് നിങ്ങൾ അന്വേഷിക്കുന്ന യേശു ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ റോമൻ പടയാളികളിൽ ചിലർ കവിണ് വീണ് പറഞ്ഞു, ഇവനാണ് സാക്ഷാൽ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കാമോ? ഇരുളടഞ്ഞ മണ്ഡലങ്ങളിൽ ഇന്ന് രാത്രിയിലും ഒരു പ്രകാശമായി വെളിപ്പെടുവാൻ കഴിവുള്ള സർവശക്തൻ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്ന സമയമായി തീരട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ശരിക്കൊരു മാനസാന്തരം നമ്മൾ നടന്നാൽ, നമ്മുടെ ജീവിതം ക്രൂശുമായി ബന്ധപ്പെട്ടാൽ അതൊരാഘോഷം തന്നെയാ. പ്രൈസ് ദി ലോർഡ്. അതൊരാഘോഷം തന്നെയാ. യേശുക്രിസ്തുവിന്റെ നിസ്തുല്യതയുടെ മറ്റൊരു പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത, താൻ ആരെന്ന് വെളിപ്പെടുത്തുവാൻ തനിക്ക് മടിയില്ലായിരുന്നു. യേശുക്രിസ്തുവിന്റെ നിസ്തുല്യതയുടെ മറ്റൊരു പ്രത്യേകത, അവനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി പീലാത്തോസ് അവനെതിരെയുള്ള ചാർജ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ നടന്ന ഒരു സംഭവം എന്റെ മനസ്സിനെ ഒത്തിരി പിടിച്ചുലച്ചിട്ടുണ്ട്. അതിപ്രകാരമാ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ പീലാത്തോസ് ചാർജ് ഷീറ്റ് തയ്യാറാക്കിയപ്പോൾ പീലാത്തോസിന് മനസ്സിലായി ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പീലാത്തോസിന്റെ സഹ എക്സിക്യൂട്ടീവ്സ് കൗൺസിൽ അംഗങ്ങൾ അവരും പറഞ്ഞു, ഒരു കുറ്റവും നമ്മൾ കാണുന്നില്ല, പിന്നെ നമ്മൾ എങ്ങനെ ഇവനെ ക്രൂശിക്കും? 2 പ്രാവശ്യം വിസ്തരിച്ചിട്ട് 3 പ്രാവശ്യം യേശുക്രിസ്തുവിന്റെ മേലുള്ള എഴുത്തിന്റെ താഴെ പീലാത്തോസ് എഴുതി ഒപ്പിട്ടു, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. വീട്ടിലിരുന്ന് ഡിസ്കഷൻ നടത്തുന്നത് ഭാര്യ കേട്ടു. പീലാത്തോസിന്റെ ഭാര്യയുടെ പേര് ക്ലൗഡിയ എന്നാണ്. തന്റെ ഭാര്യ ഇത് കേട്ടു. അയ്യോ, കുറ്റമില്ലാത്ത ഈ മനുഷ്യനെയാണോ ഞാൻ കുറ്റം വിധിക്കേണ്ടത്? ഓ, രാജ്യം മുഴുവൻ എനിക്കെതിരാണല്ലോ, ഞാൻ എങ്ങനെ കുറ്റം വിധിക്കാതിരിക്കും എന്ന് ചങ്കുപൊട്ടി കരയുന്നതിന്റെ ഭർത്താവിനെ കണ്ടിട്ട് അവളൊരു ബുദ്ധി ആ മനുഷ്യന്റെ ചെവിയിൽ പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ നീ ഇടപെടണ്ട, അവര് നോക്കിക്കോട്ടെ. പക്ഷെ അധികാരഭ്രമം മൂത്ത പീലാത്തോസ് യേശുവിനെ ക്രൂശീകരിക്കുവാൻ വിധിക്കുകയായിരുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, അവനെ ക്രൂശിച്ചവർക്കും അവനെ അടിച്ചവർക്കും ക്രൂശിൽ അവനെ തകർക്കാൻ ശ്രമിച്ചവർക്കും അവനെതിരെ കുറ്റസംഗതികൾ എഴുതിയവർക്കും അറിയാമായിരുന്നു അവനൊരു കുറ്റവും ചെയ്തിട്ടില്ല, ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കുറ്റവും ചെയ്യാതിരിക്കുമ്പോഴും തൻ്റെ ജീവനെ ഒരു കുഞ്ഞാടിനെ പോലെ അവൻ കാൽവറിയുടെ മലമേടുകളിൽ സമർപ്പിച്ചത്, പ്രിയ സഹോദരി, നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയായിരുന്നു. പ്രിയ സഹോദര, നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയായിരുന്നു. എല്ലാവരും അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ തരങ്ങളും തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അവൻ തന്നെ താൻ താഴ്ത്തി. നമ്മൾ വായിച്ച കുറിവാക്യം പറയുന്നു, അവൻ തന്നെ താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം തന്നെ താൻ താഴ്ത്തി. പ്രൈസ് ദി ലോർഡ്. ഇതിലും അവന് താഴ്ത്താൻ മറ്റൊരു മാർഗമില്ലായിരുന്നു. അത്രയ്ക്ക് താഴ്ച അവന്റെ ശരീരത്തിൽ ഒരു ദാസനെ പോലെ. പൗലോസ് മനോഹരമായിട്ട് ഒരു ഫിലോസഫറുടെ സ്റ്റൈലിലാ ആ വേദഭാഗം എഴുതിയിരിക്കുന്നത്. ക്രൂശിലെ മരണത്തോളം അവൻ തന്നെ താൻ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ക്രൂശിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ ശരീരം ഇറക്കുമ്പോൾ റോമൻ ഗവൺമെന്റിന്റെ സിസ്റ്റത്തിൽ യേശുവിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എല്ലാവരും ഇനി ഒന്ന് ശ്രദ്ധിക്കണമേ. യേശുക്രിസ്തുവിന് വേണ്ടി റോമൻ ഗവൺമെന്റിന്റെ സിസ്റ്റത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ക്രൂശിക്കപ്പെടുന്നവരുടെ ബോഡി ഗവൺമെന്റ് പ്രോപ്പർട്ടിയാ, വീട്ടുകാർക്കും നാട്ടുകാർക്കും വിട്ടുകൊടുക്കത്തില്ല. അവരെ ഗവൺമെന്റ് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതെന്നറിയാമോ? ക്രൂശിൽ നിന്ന് ഈ ശരീരം താഴെ ഇറക്കും. താഴെ ഇറക്കുന്ന ശരീരം 100 പടയാളികളെ അതിനാ ഇവിടെ അസൈൻ ചെയ്തത്. 3 പേരുടെ ശരീരമല്ലേ? ഈ ശരീരവും വലിച്ചുകൊണ്ട് യെരുശലേമിനരികിലുള്ള ഒരു താഴ്വര, ബെൻഹിനോൻ എന്ന് പേരുള്ള ഒരു താഴ്വരയുണ്ട്. ശപിക്കപ്പെട്ട ഒരു സ്ഥലമാ. ഇതിനെ യെരുശലേമിലെ സകല വേസ്റ്റും ഇവിടെയാ കൊണ്ട് തട്ടുന്നത്. സിറ്റിയിലെ വേസ്റ്റ് എല്ലാം ഇവിടെ കൊണ്ട് തട്ടുന്നത്. തീയുണ്ട്, തീ അല്പസ്ഥലത്ത് മാത്രം. നടുക്കിങ്ങനെ കത്തി നിൽക്കും, അത് കിടത്തുമില്ല, അതിങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കും, ഇങ്ങനെ പുകഞ്ഞു നിൽക്കും. ആ സ്ഥലത്തിന്റെ പേരാ ഗേഹന്ന. അങ്ങനെ സ്ഥലം ഭൂമിയിലുണ്ട്. ബെൻഹിനോൻ താഴ്വരയിൽ ഗേഹന്ന എന്ന് പറയുന്ന ഒരു സ്ഥലം. ഈ ക്രൂശിൽ നിറക്കുന്നവരുടെ ശരീരം, ഈ പടയാളികൾ 100 പേരില്ലേ,
ഇവർ വലിക്കും, നിലത്തിട്ട് വലിക്കും. വലിച്ച് ഈ ശരീരം ബെനിഹിനോൻ താഴ്വരയുടെ കരയിൽ കൊണ്ടുവരും. എന്നിട്ട് 4 പടയാളികൾ 2 പേർ കയ്യിലും 2 പേർ കാലിലും പിടിച്ച് ഈ ശരീരം ആട്ടിയിട്ട് മുഴുവൻ ശക്തിയും വന്നു കഴിയുമ്പോൾ ഈ ശരീരം താഴ്വരയിലേക്ക് വലിച്ചെറിയും. ഇത് ചെന്ന് വീഴുന്ന സ്ഥലമാ ഗേഹന്ന. പകുതി കത്തിയും പകുതി വെന്തും പകുതി പുഴു തിന്നും പകുതി ജീവികൾ തീർന്നും ഇങ്ങനെയുള്ളവരുടെ ശരീരം അവിടെ അസ്തമിക്കും. ഇത് നല്ലതുപോലെ 2 പേർക്കറിയാമായിരുന്നു. അതിലൊരു വ്യക്തിയുടെ പേരാ അരിമത്യ ജോസഫ്, രണ്ടാമത്തവന്റെ പേരാ നിക്കോദിമോസ്. അവർ വില കൊടുക്കാൻ തീരുമാനിച്ചു. നോക്കുക പ്രിയമുള്ളവരെ, കള്ളന്മാരുടെ ശരീരം ഗേഹന്നയിൽ വലിച്ചെറിഞ്ഞപ്പോൾ യേശുവിന്റെ ശരീരം ഗേഹന്നയിൽ വീഴാൻ പാടില്ലെന്ന് ഇവർ ഉറപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവൻ ഉറപ്പിച്ചു. ഒന്നുകൂടി പറഞ്ഞാൽ തന്റെ മരണത്തിലും അവൻ നിസ്തുല്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മരണത്തിലും അവൻ നിസ്തുല്യനായിരുന്നു. കള്ളന്മാരുടെ കൂട്ടത്തിൽ അവന്റെ ശരീരം വലിച്ചെറിഞ്ഞില്ല. രാജ്യദ്രോഹ കുറ്റവാളികളുടെ ശരീരം എറിയുന്നത് പോലെ അവന്റെ ശരീരം വലിച്ചെറിഞ്ഞില്ല. അരിമത്യ ജോസഫ് ആരാണെന്നറിയാം, നിക്കോദിമോസ് ആരാണെന്നറിയാം. യഹൂദന്മാരുടെ സൻഹെദ്രിൻ കൗൺസിലിൽ 70 പേരുണ്ട്. 68 പേരും യേശുവിനെതിരെ ഒപ്പിട്ടു. 68 പേരും. എന്നാൽ അവിടെയും 2 പേർ തന്റെ ഇടത്തോടെ നിന്ന് പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ അനുകൂലിക്കുന്നു, ഞങ്ങൾ യേശുവിനെ അനുകൂലിക്കുന്നു. 68 പേർക്കെതിരെ 2 പേർ വോട്ട് ചെയ്തു. അവരുടെ പേരാ അരിമത്യ ജോസഫ്, നിക്കോദിമോസ്. അരിമത്യ ജോസഫ് പിടിപാടുണ്ട വ്യക്തിയായിരുന്നത് കൊണ്ട് പീലാത്തോസിനെ കണ്ടിട്ട് പറഞ്ഞു, അവന്റെ ശരീരം എനിക്ക് വിട്ടു തരണം, എനിക്ക് വിട്ടു തരണം. നിയമത്തെ തെറ്റിക്കണം, സിസ്റ്റത്തെ ലംഘിക്കണം. കാരണം ക്രൂശിൽ തൂങ്ങുന്നവൻ ഗേഹന്നയിൽ എറിയപ്പെടണം, അതാണ് നിയമം. പക്ഷേ അരിമത്യ ജോസഫിന്റെ സമൂഹത്തിലെ പിടിപാടിനെ കുറിച്ച് പീലാത്തോസിന് അറിയാമായിരുന്നത് കൊണ്ട് പീലാത്തോസ് ഒരു ഫേവർ യേശുവിന് ചെയ്തു. ഇവന്റെ ശരീരം ഞാൻ അരിമത്യക്ക് വിട്ടുകൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അരിമത്യ ജോസഫ് നിക്കോദിമോസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു യഹൂദ റബിയെ അടക്കുന്നത് പോലെ എല്ലാവിധ കുന്തിരിക്ക മുതൽ സകല സാമഗ്രികളും ഇവന്റെ ശരീരത്തിൽ ചുറ്റിക്കെട്ടിയിട്ട് താൻ സിറ്റിക്ക് നടുവിൽ താൻ മരിച്ചാൽ അടക്കാൻ വേണ്ടി കെട്ടി ഉണ്ടാക്കിയ 1.5 ടൺ ഭാരമുള്ള കല്ലിനെ ഉരുട്ടിവെച്ച കല്ലിനെ ഉരുട്ടി മാറ്റിയിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ശരീരം അടക്കം ചെയ്ത കല്ലറയാണ് അരിമത്യ ജോസഫിന്റെ കല്ലറ. കാരണം ആ ശരീരം ഗേഹന്നയിൽ വീഴാൻ ഉള്ളതല്ലായിരുന്നു. ഹല്ലേലൂയ. 53 ദിവസങ്ങൾക്ക് ശേഷം യേശു ഉയർത്തെഴുന്നേറ്റു. ഞാൻ എൻ്റെ വാക്കുകളുടെ സമാപ്തിയിലേക്ക് വരികയാണ്. 50 ദിവസങ്ങൾക്ക് ശേഷം യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യാൻ പോകുക. തൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളവരെ സാക്ഷി നിർത്തിക്കൊണ്ട് യേശു ക്രിസ്തു നടത്തിയ, അതാ ഇനി നമ്മുടെ കാതലായ വിഷയം, അവന്റെ നാമത്തെ എല്ലാ നാമത്തിലും മേലായ നാമമായി ഉയർത്തി. സ്വർലോകരുടെയും അധോലോകരുടെയും ഭൂലോകരുടെയും മുട്ടുകൾ മടങ്ങുന്ന ഏകനാമം ചേർന്ന് പറയാം, യേശു ക്രിസ്തു. യേശു ക്രിസ്തു 50 ദിവസങ്ങൾക്ക് ശേഷം തന്റെ അമ്മ ഉൾപ്പെടെയുള്ളവരെ സാക്ഷി നിർത്തിക്കൊണ്ട് യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന്. ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന്. ഇംഗ്ലീഷിലാണ് ഇച്ചിരി അർത്ഥമുണ്ട്. ഇംഗ്ലീഷിൽ സ്ഥലമൊരുക്കാൻ പോകുന്നു എന്നല്ല, അവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, I am going to prepare mansions for you. കൊട്ടാരങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു. യേശു സ്വർഗമൊരുക്കുകയല്ല, സ്വർഗമനാദികാലം മുതലേ ഉണ്ട്, സ്വർഗമുണ്ടവിടെ. എന്നാൽ നമുക്ക് സ്ഥലമൊരുക്കുക. ആ സ്ഥലം ഒരു സാധാരണ സ്ഥലമല്ല. ഇംഗ്ലീഷ് വെർഷനിൽ I am going to prepare mansions for you. കൊട്ടാര സദൃശ്യങ്ങളായ വീടുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോകുന്നു. സൗരയൂഥത്തെ നിർമ്മിച്ചവൻ, സൂര്യനെ നിർമ്മിച്ചവൻ, ചന്ദ്രനെ നിർമ്മിച്ചവൻ, ശൂന്യാകാശത്തെ നിർമ്മിച്ചവൻ, ഭൂമിയെ നിർമ്മിച്ചവൻ ഇന്ന് രാത്രിയിൽ നമുക്ക് ഉറപ്പ് നൽകുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി പ്രത്യാശ വർദ്ധിക്കട്ടെ. ഒരു സാധാരണ മടക്കമല്ല, പ്രത്യാശയാൽ ദൈവസഭ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ എൻ്റെ പ്രിയമുള്ളവരെ, പ്രത്യക്ഷവും പരോക്ഷവുമായി 600 പ്രാവശ്യം വേദപുസ്തകത്തിൽ യേശുവിന്റെ മടങ്ങിവരവ് പറയുന്നുണ്ട്. 260 അധ്യായങ്ങളിൽ പുതിയ നിയമത്തിൽ 318 പ്രാവശ്യം പറയുന്നു യേശു രണ്ടാമത് വരും. പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതിനേക്കാൾ പഴയ നിയമത്തിൽ ഉറപ്പിച്ചു പറയുന്നു യേശു രണ്ടാമത് വരും. ഇന്ന് രാത്രി നമ്മുടെ ഇരുട്ടിന്റെ ശക്തികളുടെ മേൽ, ഇരുട്ടിന്റെ വെല്ലുവിളികളുടെ മേൽ നമ്മൾ ജയമെടുക്കാൻ പോകുക. ഇരുട്ടിന്റെ ശക്തികൾ അവന്റെ മേൽ ആധിപത്യം ഉയർത്താൻ ശ്രമിച്ചുവെങ്കിലും
മരണത്തെയും പാതാളത്തെയും ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവൻ ഇരുട്ടിന് കീഴ്പ്പെടുന്നവനല്ല. അവന്റെ മുന്നിൽ ഇരുട്ട് വഴിമാറുന്ന രാത്രിയാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ശബ്ദമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ചില ഇരുട്ടിന്റെ ശക്തികൾ, ചില രോഗമാകുന്ന ഇരുട്ടുകൾ, ചില ഭയമാകുന്ന ഇരുട്ടുകൾ, ചില പ്രതിസന്ധികളാകുന്ന ഇരുട്ടുകൾ, ചില ശൂന്യതകളാകുന്ന ഇരുട്ടുകൾ, ഇന്ന് രാത്രിയിലും തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. തൊടുന്നതെല്ലാം പിഴച്ചു പോകുന്ന ചിലതിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഇന്ന് രാത്രി നിന്റെ ഇരുട്ടിനെ മാറ്റുവാൻ വെളിച്ചത്തിന്റെ ഉറവിടം ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കാൻ പോകുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിനെ തേടിപ്പോയൊരു സ്ത്രീയുടെ കഥയുണ്ട്. കഥയല്ല, സംഭവം. അവളെ നമുക്ക് നല്ലതുപോലെ അറിയാം. ശമരിയക്കാരി. യേശു ഇരിക്കുന്ന കിണറിന്റെ അരികിൽ ഇവൾ ചെല്ലുകയാണ്. നട്ടുച്ചയാണ് ഇവൾ പോകുന്ന സമയം. ഉച്ച വെള്ളം കോരാൻ പറ്റുന്ന നല്ല സമയമല്ല. ഒരു കാരണവശാലും കുടിവെള്ളം കിണറിൽ നിന്ന് കോരരുതെന്ന് സയൻസ് ഉറപ്പിച്ചിരിക്കുന്ന സമയമാണ് നട്ടുച്ച. കട്ടിയുള്ള സൂര്യപ്രകാശം വെള്ളത്തിൽ തട്ടി വെള്ളത്തിൽ രാസപ്രവർത്തനം നടക്കുന്ന സമയമാണ് ഉച്ച. ഉച്ച സമയത്ത് കോരുന്ന വെള്ളം കുടിക്കാൻ കൊള്ളത്തില്ല. ഉപയോഗശൂന്യമായ വെള്ളമെന്നാണ് സയൻസിന്റെ കണ്ടുപിടുത്തം. കാരണം സൂര്യന്റെ പ്രകാശം വെള്ളത്തിൽ വ്യത്യാസങ്ങൾ വരുത്തും. അതുകൊണ്ട് വെള്ളം കോരാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയം ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്. സൂര്യന്റെ ശക്തി ഒതുങ്ങുന്ന സമയം, അന്നേരമേ വെള്ളം കോരാറുള്ളൂ. അതുകൊണ്ട് ഇവൾ പോകുന്ന സമയം ഉച്ച സമയം. ഇവൾ പോകാനുള്ള കാരണം ഇവൾക്കറിയാം, ഉച്ചക്കാരും കിണറിന്റെ അരികിൽ കാണത്തില്ല. ചില സാമൂഹിക പ്രശ്നത്തിൽ തകർന്ന് തരിപ്പണമായ ഒരു സ്ത്രീയാണ്. ആരും കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുഖം മൂടിക്കൊണ്ട് ഉച്ചക്കാരും പുറത്തു വരില്ലല്ലോ എന്ന് ആശ്വസിച്ചുകൊണ്ട്, ആരും തന്നെ കാണത്തില്ലല്ലോ എന്ന് സന്തോഷിച്ചുകൊണ്ട്, ഈ നശിച്ച ജീവിതം എന്ന് തീരും എന്ന് ശപിച്ചും കൊണ്ട് ആ കിണറിന്റെ അരികിലേക്ക് അവൾ നടന്നു നീങ്ങിയപ്പോൾ അവളെ കാത്തൊരുവൻ ആ കിണറിന്റെ കരയിൽ ഉണ്ടായിരുന്നു. അവന്റെ പേരാ യേശു ക്രിസ്തു. ശൂന്യതയും ശാപവും തകർച്ചയും മാത്രം അവകാശപ്പെടാനുള്ള ഈ സാധു സ്ത്രീ ഈ കിണറിന്റെ കരയിൽ വന്ന് യേശുവുമായി അല്പസമയം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവൾ എന്തിനവിടെ വന്നു എന്നുള്ളത് ഇവൾ മറന്നുപോയി. എന്തിനു വന്നു എന്നുള്ളത് മറന്നുപോയിട്ട് ഇവളുടെ കയ്യിലിരിക്കുന്ന കലം അല്ലെങ്കിൽ കുടം അവൾ വലിച്ചവിടെ എറിഞ്ഞിട്ട് ഇവൾ മുഖം മൂടിയിരുന്ന സാരിത്തലപ്പെടുത്ത് മാറ്റിയിട്ട് അഭിമാനം തിരികെ പിടിച്ചവളായി ചാടി പട്ടണത്തിലേക്ക് ഇറങ്ങി. ആരും കാണരുതേ എന്ന് പറഞ്ഞു വന്നവൾ എല്ലാവരും എന്നെ കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചാടി ഇറങ്ങി. അവൾ പറഞ്ഞൊരു വാചകമുണ്ട്. എന്താ? എന്റെ കഥ അറിയാവുന്ന ഒരുവനെ ഞാൻ കണ്ടുമുട്ടി. എന്റെ വിഷയം അറിയാവുന്ന ഒരുവനെ ഞാൻ കണ്ടുമുട്ടി. എന്റെ കാര്യം അറിയാവുന്ന ഒരുവനെ ഞാൻ കണ്ടുമുട്ടി. ഇന്ന് രാത്രി സ്തോത്രം ചെയ്താട്ടെ. എന്റെയും നിങ്ങളുടെയും ഉള്ള അവസ്ഥ അറിയാവുന്ന ഒരുവൻ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ കഥ അറിയാവുന്നവൻ വന്നിട്ടുണ്ട്. നമ്മുടെ കാര്യം അറിയാവുന്നവൻ വന്നിട്ടുണ്ട്. പലരും മാറി നിന്ന് ദുഷിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ എന്റെ കാര്യം അറിയുന്നവൻ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇടവും വലവും ഒന്നും നോക്കണ്ട, ധൈര്യമായി ഉയർത്തിപ്പിടിച്ചാട്ടെ. കരമുയർത്തിവരൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഒരു സെക്കൻഡ് ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ധൈര്യമായിട്ട് എഴുന്നേറ്റ് നിൽക്ക്, മടിക്കണ്ട, ചാടി എഴുന്നേറ്റ് നിൽക്ക്. ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഇവിടെ ഉണ്ട്. യേശു ഇവിടെ വന്നിട്ടുണ്ട്. കിദ്രോൻ തോടിന്റെ അരികിൽ വെളിച്ചമായി വെളിപ്പെട്ടവൻ, ശമരിയക്കാരിക്ക് വേണ്ടി ആ കിണറിന്റെ അരികിൽ വെളിപ്പെട്ടവൻ, കല്ലറകളെ ഭേദിച്ചവൻ, അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിവുള്ളവൻ, ഇന്ന് രാത്രിയിലും ഇരുളടഞ്ഞ ഭാവിയെ തിരുത്തി കുറിക്കാൻ കഴിവുള്ളവൻ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ദൈവദാസന്മാർ എന്നോട് ചേർന്നൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഈ ജനത്തിന് നേരെ ഒന്ന് കരം നീട്ടിയാട്ടെ. എല്ലാ ദൈവദാസന്മാരും ഞങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ചില രോഗികൾ സൗഖ്യമാകുന്ന രാത്രിയായി തീരട്ടെ. ഭാരത്തോടെ വന്ന ചിലർ ആശ്വാസത്തോടെ മടങ്ങട്ടെ. അസ്വസ്ഥതയോടെ വന്ന ചിലർ സ്വസ്ഥതയോടെ മടങ്ങട്ടെ. ക്ഷീണിച്ചു വന്ന ചിലർ സമാധാനത്തോടെ ഏറ്റെടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില അപകട ഭയങ്ങൾ വിട്ടുമാറട്ടെ. രോഗഭയങ്ങൾ വിട്ടുമാറട്ടെ. ചില ഭീതികൾ വിട്ടുമാറട്ടെ. ഒതുക്കിയ ചില ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ചില ഹൃദയ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ചില കിഡ്നി രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ചില
ചില ലിവർ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ചില മൈഗ്രെയിനുകൾ യേശുവിന്റെ നാമത്തിൽ മൈഗ്രെയിനുകൾ സൗഖ്യമാകട്ടെ. ചില അലർജി രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ചില ഉദര രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ കരങ്ങളെ തട്ടി എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ.